അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൺമാസ്കിംഗ് എത്തിയസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളോടൊപ്പം ഉള്ളത് ഞാൻ സമദും എൻ്റെ കൂടെ ഷാഹുൽക്കയാണ്. ഷാഹുൽക്ക, ഇപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേര് തന്നെ അൺമാസ്കിംഗ് എത്തിയസ് എന്നാണ്. നമ്മൾ ഈ ഒരു ചാനലിൻ്റെ പ്രാഥമിക ലക്ഷ്യം നമ്മൾ എത്തീസത്തിൻ്റെ മുഖംമൂടി അഴിക്കുക എന്നുള്ളതാണ്, അത് അൺമാസ്ക് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഒരുപാട് ചർച്ചകൾ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ക്ലബ് ഹൗസൊക്കെ വന്നതിന് ശേഷം ലൈവ് ചർച്ചകളൊക്കെ ആരംഭിച്ചു. അത് പിന്നീട് യൂട്യൂബിലേക്ക് പരിണമിച്ചു. അപ്പോൾ എന്താണ് നമ്മുടെ ഇടപെടലുകൾ, അതേപോലെ തന്നെ കേരളത്തിൻ്റെ ഒരു സംവാദ പശ്ചാത്തലമൊക്കെ മൊത്തം മാറിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് കൂട്ടിക്കിഴിച്ച് നോക്കിയാൽ എന്താണ് എത്തീസം അൺമാസ്ക്ഡ് ആയിട്ടുണ്ടോ? എനിക്ക് ഒന്നാമത് തോന്നുന്നൊരു കാര്യം ഈ പേര് മാറ്റാനായിട്ടുണ്ട് എന്നുള്ളതാണ്. അല്ലേ, ഈ അൺമാസ്കിങ് എത്തീസം എന്ന് പറയുമ്പോൾ എത്തീസത്തിന് അൺമാസ്ക് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ അൺമാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എത്തീസ്റ്റോ ഇപ്പോൾ കേരളത്തിൻ്റെ അവസ്ഥയിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഇപ്പോൾ ഏതിപ്പോൾ എത്തീസത്തിൻ്റെ പ്രധാന ബുദ്ധിജീവികൾ എന്ന് പറഞ്ഞു വരുന്ന ആളുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊക്കെ ഈ ഒരു ഫീൽഡിലോട്ട് വരുമ്പോൾ അതിൻ്റെ പ്രധാന ഐക്കണുകൾ എന്നൊക്കെ ഉള്ള രൂപത്തിൽ നിന്നിട്ടുള്ള ആളുകൾ പിന്നീട് ഇത്തരം ലോജിക്കൽ ഡിബേറ്റ്സിലോട്ടൊക്കെ വരുമ്പോൾ ഇപ്പോൾ പലപ്പോഴും നമ്മളുമായിട്ടുള്ള ചർച്ചകളിൽ നിന്ന് തന്നെ ഇറങ്ങി പോകേണ്ടി വരികയും ഇല്ലെങ്കിൽ എത്തീസത്തിനെ കുറിച്ച് എന്തിനു പറയുന്നു, എത്തീസം പോയി തൊലയിട്ട് അതിനെക്കുറിച്ച് ഞങ്ങളുടെ അടുത്ത് മിണ്ടരുത് എന്ന് പറയാം. അതുപോലെ തന്നെ താങ്കളിവിടെ എത്തീസം പറഞ്ഞിട്ടില്ല, എത്തീസം താങ്കൾ ഒന്നും കൂട്ടിക്കുഴച്ച് സംസാരിക്കേണ്ട എന്നൊക്കെയുള്ള എത്തീസത്തിന് ഉപേക്ഷിച്ചുകൊണ്ട് മാത്രം ഇനി ഞങ്ങളുടെ അടുത്ത് മിണ്ടിയാൽ മതി. നിരീശ്വരവാദികളല്ല, അല്ലാഹുവാദികളാണ്. അതാണ്. അപ്പം എത്തീസത്തിനടുത്ത് കളഞ്ഞ് പിന്നെ എത്തീസം വെച്ചിട്ടൊന്നും ഡിഫെൻഡ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥ ഇതിലോട്ടത് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്ര നാളെങ്കിലും ഇവർ എത്തീസ്റ്റുകൾ പറഞ്ഞ് നിന്നുണ്ടെങ്കിൽ ഒരു സമയം വരെ ഇപ്പോൾ നമ്മൾ ഈ ഒരു ഇടപെടലുകൾ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു മാറ്റമാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുവരെ ശരിക്കും നമ്മൾ ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത്, ആരും ശ്രദ്ധിക്കാതിരുന്നത് കൊണ്ട് മാത്രം ഉണ്ടായി വന്നിട്ടുള്ള ഒരു മതവിരോധ വർഗ്ഗമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ജബ്ബാറെ പോലുള്ള ആളുകൾക്ക് കേന്ദ്രീകരിച്ച് വന്നിട്ടുള്ള ഒരു നാസ്തികത എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ എന്താണ്, അത് യുക്തിവാദമാണ്, ബുദ്ധിവാദമാണ്, ശാസ്ത്രവാദമാണെന്നൊക്കെയുള്ള ഒരു തരത്തിലും യോജിപ്പിച്ച് പറയാൻ കഴിയാത്ത കുറേ അവകാശവാദങ്ങൾ ഇങ്ങനെ സ്വയം പറഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം. അവിടുന്ന് അവരിപ്പോൾ ഏകദേശം ഇതൊരു റിസ്കി പൊസിഷനാണ്, ഇതൊന്നും നിൽക്കാൻ പറ്റാത്ത സംഭവമാണെന്ന് മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അല്ലേ? അതെ. ഇപ്പോൾ അവർ പറയുന്നത് എന്താണ്, അവർ എത്തീസം എന്ന് പറഞ്ഞ പൊസിഷനും തങ്ങളുമായി ചേർത്ത് പറയേണ്ട, എത്തീസത്തിനെ വിമർശിക്കും, ഒരു ബുദ്ധിമുട്ടുള്ള ഏരിയ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതെ, അതുകൊണ്ടാണ് എത്തീസം എടുത്ത് ഉപേക്ഷിക്കേണ്ടതെന്ന്. ഇപ്പോൾ ചെയ്യുന്നൊരു പരിപാടി എന്താണെന്നുണ്ടെങ്കിൽ ഈ തന്നെ മതം അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ കുറേ കുറ്റം പറയാൻ. അപ്പോൾ അതുകൊണ്ട് ഇവരെന്താ ഉദ്ദേശിക്കുന്നത് അല്ലേ? ഇപ്പോൾ നമ്മളൊന്നും മോശമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു എന്തെങ്കിലും വേൾഡിൽ നിൽക്കാൻ കഴിയണം, എന്തെങ്കിലും ഒരു ഐഡിയോളജി നൽകാൻ കഴിയണം. ഒന്ന് മൊറാലിറ്റിനെ സംബന്ധിച്ച് ഒന്നും പറയാനില്ലാത്ത, ഒരു ധാർമ്മികതയെ സംബന്ധിച്ചിട്ടുള്ള ഒരു ക്വാളിറ്റി ഇല്ലാത്ത, ഒന്നുമില്ലാത്ത ഒരു ശൂന്യതയിൽ നിന്നിട്ട് പിന്നെ കുറേ മതവിരോധ സാഹിത്യങ്ങൾ, അത് ഇവർ ഉന്നയിക്കുന്ന വിമർശനങ്ങൾ പോലും ഒന്നാമത് ബാലിശാണ്. തങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുണ്ടായിട്ടുള്ള കുറേ മതവിരോധങ്ങൾ, അതിന് വൈകാരികമായിട്ടുള്ള ഒരുപാട് കാരണങ്ങൾ ഉണ്ടാകാം, അവരുടെ ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാരണങ്ങളുണ്ടാകാം. ആ കാരണങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഈ പിന്നെ മതങ്ങളെ കുറ്റം പറഞ്ഞ് ജീവിക്കുക എന്നുള്ളൊരു അവസ്ഥയിലോട്ടൊക്കെ അത് മാറിയിട്ടുണ്ട്. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ. ഇവരുടെ അകത്ത് കിടക്കുന്ന കുറേ മതവിരോധം ഉണ്ട് എന്നല്ലാതെ ഈ പറഞ്ഞ എത്തീസോ അല്ലെങ്കിൽ യുക്തിപരമായിട്ടുള്ള ഒരു ആശയം ഉണ്ടെന്ന് പറയാൻ കഴിയാത്ത അവസ്ഥയിലോട്ട് ഇത് എത്തിയിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഇവര് മുന്നേയും പറഞ്ഞിരുന്ന മതവിരോധം തന്നെയാണ്. പക്ഷെ അവർ പറഞ്ഞത് മതങ്ങളൊക്കെ മോശമാണ്, പക്ഷെ ഞങ്ങളുടെ ഒരു സാധനം ഉണ്ട്, ഞങ്ങളുടെ അടുത്ത് നിരീശ്വരവാദം ഉണ്ട്, അപ്പൊ അതിലേക്ക് വരുന്ന പറഞ്ഞത്. പക്ഷെ ഇപ്പൊ അവർക്ക് മനസ്സിലായി ഞങ്ങളുടെ അടുത്തുള്ള ഈ സാധനം അങ്ങനെ പുറത്ത് പറയാൻ പറ്റുന്ന സംഭവം അല്ല എന്നുള്ളത്. അപ്പൊ അവർ ഈ മതവിമർശനം എന്ന കേവല ഒരു പ്രവർത്തനത്തിലേക്ക് മാത്രം ചുരുങ്ങിയിരിക്കാന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം അല്ലേ? അതെ, അതൊരു ഓപ്ഷനുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. എത്തീസം എന്ന് പറഞ്ഞുള്ള ഒരു സാധനം എന്തായാലും കേരളത്തിൻ്റെ അന്തരീക്ഷത്തിൽ അത് തീർന്നു. എത്തീസത്തിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു ആർഗ്യുമെൻ്റ് ഉണ്ടെന്നുള്ള അവകാശവാദം ഈ പറയുന്ന ആരുടെ കയ്യിലും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇനി നമ്മൾ അന്താരാഷ്ട്ര തലത്തിലുള്ള ബുദ്ധിജീവികളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വ്യാഖ്യാനങ്ങൾ പറഞ്ഞിട്ട് എത്തീസത്തിന് ന്യായം ഉണ്ടെന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള. അപ്പോൾ ഈ രംഗത്ത് ഇപ്പോൾ ന്യൂ എത്തീസത്തിൻ്റെ വേവ്സിനൊക്കെ ഒരു പ്രധാന കാരണക്കാരനായി എന്ന് പറയുന്നത് റിച്ചാർഡ് ഡോക്കിൻസും അദ്ദേഹത്തിൻ്റെ ഗോഡ് ഡെലൂഷൻ പോലുള്ള രചനകളൊക്കെയാണ്. നമ്മൾ അതന്നെ എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നോ ഗോഡ് എന്നതിലേക്ക് എത്തുന്ന ആർഗ്യുമെൻറ്റ്സ് ഒന്നുമില്ല. വാസ്തവത്തിൽ അതിൽ പറയാൻ ശ്രമിക്കുന്ന ഇപ്പോൾ ആർഗ്യുമെൻറ്റ് ഫ്രം എവിലും അതുപോലെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് അത് ന്യായീകരണമാണ് എത്തീസത്തിന് എന്ന് പറയാൻ ശ്രമിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ എത്തീസത്തിൻ്റെ എല്ലാ ആർഗ്യുമെൻ്റ് എടുത്തു കഴിഞ്ഞാലും നോട്ട് ഈവൻ എ സിംഗിൾ ആർഗ്യുമെൻറ്റ്, ഒരു സിംഗിൾ ആർഗ്യുമെൻറ്റ് പോലും ദൈവമില്ല എന്ന കൺക്ലൂഷനിലോട്ട് എത്തുന്ന ഒന്നും തന്നെ ഇല്ല, ഒരൊറ്റ ആർഗ്യുമെൻറ്റ് പോലും ഇല്ല. അതേസമയം ദൈവമുണ്ട് എന്ന് ആർഗ്യൂ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം പോലുള്ള ഒരു ഐഡിയോളജി അത് റേഷണലാണ്, അതിനെ പ്രൂവ് ചെയ്യാൻ കഴിയുമെന്ന് പറയുന്നവരെ സംബന്ധിച്ചിടത്തോളം നിരവധി ഫിലോസഫിക്കലായിട്ടുള്ള ആർഗ്യുമെൻ്റ് ഉണ്ട്, റേഷണൽ റീസണിങ്സ് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും പിന്നെ ഏത് യുക്തിയുടെയും ഏത് ശാസ്ത്രത്തിൻ്റെയോ ഏതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിലും ഇവർ ഈ പറയുന്ന എത്തീസത്തിന് ഒരു റാഷണാലിറ്റിയും ക്ലെയിം ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളിടത്ത് തന്നെയാണ് ഈ സംവാദങ്ങളൊക്കെ അവസാനിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡോക്കിൻസിൻ്റെയൊക്കെ കാര്യം എടുത്തു കഴിഞ്ഞാൽ
അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു കോട്ട് തന്നെ ഉണ്ട്, ദർ ഈസ് പ്രോബബ്ലി നോ ഗോഡ് സോ സ്റ്റോപ്പ് വരിങ് ആൻഡ് എൻജോയ് യുവർ ലൈഫ് എന്നാണ്. എന്തോ ഒരു ബസ് ക്യാമ്പയിനൊക്കെ ഉണ്ട് 2002 തോന്നുന്നുണ്ട്. അപ്പോൾ ദർ ഈസ് പ്രോബബ്ലി നോ ഗോഡ് എന്ന് ആണ് അതിൽ അദ്ദേഹം പറയുന്നത്. പ്രത്യേകമായിട്ടൊരു പ്രോബബ്ലി അവിടെ എടുത്ത് ചേർത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ദർ ഈസ് നോ ഗോഡ് എന്ന് പറഞ്ഞാൽ പോരാ, അതാണല്ലോ ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഡോക്കിൻസിൻ്റെ ഒക്കെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അക്കാദമിക് ഡിബേറ്റ്സിനൊക്കെ പോകുമ്പോൾ ദർ ഈസ് നോ ഗോഡ് എന്നൊക്കെ എടുത്ത് ചാടി അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ ഡു യു നോ ദാറ്റ്, നിങ്ങൾ എങ്ങനെ അത് അറിഞ്ഞു എന്ന് നാട്ടുകാർ ചോദിക്കും. അപ്പൊ പിന്നെ ആളുകളെ മനസ്സിൽ ഇന്ന് പോലെയല്ല ഒരു ഡിബേറ്റിലൊക്കെ പറയുന്നത്. അതെ, ഒരു ഇതിപ്പോ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ വെറുപ്പിക്കാനോ, ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള കുറെ ലോക്കൽ എത്തിസ്റ്റുകളൊക്കെ ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാനല്ല. അതൊരു അക്കാദമിക് ഡിബേറ്റ്സിൽ അകത്തൊക്കെ പോയിട്ട് ദർ ഈസ് നോ ഗോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ നിങ്ങൾ അറിഞ്ഞ്, അല്ലെങ്കിൽ അവർ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ ചോദിക്കുമല്ലോ, എങ്ങനെ അത് അറിഞ്ഞു എന്ന് ചോദിക്കും. അപ്പോൾ ഉത്തരം ഉണ്ടാവില്ല. ആ ഉത്തരം ഉണ്ടാകാത്ത അവസ്ഥ ഈ ഡോക്കിൻസിന് ഉണ്ടാകുന്ന ഒരുപാട് ഡിബേറ്റ്സ് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ നടന്നിട്ടുള്ള ഒരു പബ്ലിക് ഡയലോഗ് ഉണ്ട്, കുറച്ച് മുമ്പ് നടന്നതാണ്. അതിനകത്ത് ഡോക്കിൻസിൻ്റെ അടുത്ത് ഇത് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് നിങ്ങൾ ഗോഡ് ഇല്ല എന്നുള്ള അറിഞ്ഞ് എന്ന് പറയുമ്പോൾ ഡോക്കിൻസ് ചെയ്യുന്നൊരു പരിപാടി ഇതാണ്. അതായത് ഗോഡ് ഇല്ല എന്ന് പറയുമ്പോൾ അങ്ങനെ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് പ്രോബബിലി ഇല്ലാതിരിക്കാനല്ലേ സാധ്യത എന്ന് പറഞ്ഞിട്ട് ഈ വ്യാഖ്യാനങ്ങൾ പറയണം. അതായത് ദർ ഈസ് നോ ഗോഡ് എന്ന് പറഞ്ഞുള്ള ഒരു ആർഗ്യുമെൻറ്റ് ഇന്ന് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രൊപ്പോണൻ്റ് ആയിട്ടുള്ള ആളുകൾക്ക് പോലും മുന്നോട്ട് വയ്ക്കാനില്ലാത്ത അവസ്ഥയിലോട്ട് അത് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എത്തീസം എന്ന് പറയുന്ന ഒരു റാഷണൽ പൊസിഷനായിട്ട് ഇന്ന് നിലനിൽക്കുന്നില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഡോക്കിൻസ് ദർ ഈസ് പ്രോബബ്ലി നോ ഗോഡ് എന്ന് എഴുതി വയ്ക്കുന്നത്. പ്രോബബ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറെക്കുറെ ദൈവം ഇല്ലാതിരിക്കാനാണ് സാധ്യത, അതുകൊണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവമില്ല എന്ന് ഒരു ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിയാത്ത അവസ്ഥയിലാണ് അവിടെ ഏറ്റവും വലിയ ബുദ്ധിജീവികൾ പോലും എത്തി നിൽക്കുന്നത് എന്നുള്ളതാണ് എത്തീസത്തിൻ്റെ ഏറ്റവും വലിയ ഗതികേട്. അപ്പോൾ എത്തീസ്റ്റുകൾ തന്നെ നേരാവണ്ണം ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥയിൽ പിന്നെ അൺമാസ്കിങ് എത്തീസം പേരിടേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ളതാണ്. അതെ, കേവല അവകാശവാദങ്ങൾക്ക് അപ്പുറം എത്തീസം എന്ന് പറയുന്ന ഒരു ഐഡിയോളജി മുന്നോട്ട് വെക്കുന്ന എത്തീസ്റ്റുകളാണെന്ന് ഊർജ്ജത്തോടെയും ആർജ്ജത്തോടെയും പറയാൻ പറ്റുന്ന ഒരാളും ഇല്ലാതെയായിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. തന്നെയാണ് നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ബേസിക് ക്ലെയിം അവർക്ക് തെളിയിക്കാൻ പറ്റുന്നില്ല. പിന്നെ എങ്ങനെയാണ് അതിന് പുറത്ത് അവരൊരു ഐഡിയോളജി ബിൽഡ് ചെയ്യുകയും ആ ഐഡിയോളജി ലോകത്ത് പ്രചരിപ്പിക്കുകയും ചെയ്യാം? ഒന്നുകിൽ അവർക്ക് അതിനൊരു പ്രൂഫ് കൊടുക്കാൻ പറ്റണം. നേരത്തെ പറഞ്ഞതുപോലെ ഒരിക്കലും എത്തീസം എന്ന് പറയുന്ന കൺസെപ്റ്റ് തെളിയിക്കാൻ പറ്റില്ല. രണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തൊക്കെയോ നിങ്ങൾക്ക് തരാനുണ്ട്, ഈ തരാനുള്ള കാര്യങ്ങൾ സ്വീകരിക്കാൻ ഇങ്ങോട്ട് വാന്ന് പറയണം. ഒന്നും ഡൊണേറ്റ് ചെയ്യാൻ പറ്റാത്ത, സമൂഹത്തിനൊന്നും ഓഫർ ചെയ്യാൻ പറ്റാത്ത, ഇതുപോലെ ഡ്രൈ ആയിട്ടുള്ള, ഇതുപോലെ നിരർത്ഥകമായിട്ടുള്ള ഒരു ഐഡിയോളജി ഇല്ല. സ്വാഭാവികമായിട്ടും അത് വെച്ചു അവർക്ക് ആളുകളെ ക്ഷണിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് ഇതിലെന്തൊക്കെയോ ഉണ്ട്, ഞങ്ങൾ ആശയം സ്വീകരിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടും, ഭൗതികമായിട്ടോ നിങ്ങളുടെ വേറെ ഏതെങ്കിലും രീതിയിലായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണം കിട്ടുമെന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയിലുള്ളൊരു ഐഡിയോളജിയാണെന്നുള്ളതാണ്. അത് മാറിയിട്ടുണ്ട്. മാത്രമല്ല ഇതിപ്പോൾ ഈ ഒരു ക്ലെയിമുകളുടെ ഡിബേറ്റ്സ് തന്നെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തീയിസം എന്ന് പറയുന്നത്, ഇപ്പോൾ ദർ ഇസ് എ ഗോഡ് എന്നുള്ള ക്ലെയിം പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സംതിങ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ക്ലെയിമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതേസമയം എത്തീസ്റ്റുകൾ പറയുന്നത് അങ്ങനെ ഒരു അസ്തിത്വം തന്നെ നിലനിൽക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ച പോലെ അതെങ്ങനെ അവർ അറിഞ്ഞു? നമുക്കൊരു ടോട്ടാലിറ്റി ഓഫ് നോളേജ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു കാര്യം എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയാൻ കഴിയുള്ളൂ. അതേസമയം ഒരു അസ്തിത്വം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് പറയാൻ ടോട്ടാലിറ്റി ഓഫ് നോളേജിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ചെയർ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, എനിക്കത് പറയാം, അതിന് എനിക്ക് ടോട്ടാലിറ്റി ഓഫ് നോളേജ് വേണ്ട, ഈ ചെയർ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള അറിവ് മാത്രം മതി. അതേസമയം ഇങ്ങനെ ഒരു ചെയർ ഇത് ഒരു വേൾഡിലും ഒരു ലോകത്തിലും ഒരു സ്ഥലത്തും എക്സിസ്റ്റ് തന്നെ ചെയ്യുന്നില്ല എന്നൊരു ക്ലെയിം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഞാൻ പറയുന്നത് എന്താണ്, അങ്ങനെ ഒരു ക്ലെയിം എനിക്ക് പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് ടോട്ടാലിറ്റി ഓഫ് നോളേജ് വേണം. അതല്ലെങ്കിൽ പിന്നെ ഇത് ഒരിടത്തും ഇത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് ഞാനെങ്ങനെ അറിഞ്ഞു അല്ലേ? അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് വിശദീകരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ലെയേഴ്സ് സങ്കല്പിക്കുക. അതായത് ഒരു വട്ടം സങ്കല്പിക്കുക, ആ വട്ടത്തിന് നമ്മൾ 1 എന്ന് പേരിടുന്നു. ഓക്കെ, അതിന് പുറത്ത് മറ്റൊരു വട്ടമുണ്ട്, 2 എന്ന് പേരിടുന്നു. അതിന് പുറത്ത് മറ്റൊരു വട്ടമുണ്ട്, അതിന് 3 എന്ന് പേരിടുന്നു. അതിങ്ങനെ എങ്ങനെ ഇൻഫിനിറ്റ്ലി അത് നീണ്ടു പോകുന്നു എന്ന് കരുതാം. ഓക്കെ, നമ്മുടെ ഇന്നുള്ള അറിവിനെയാണ് നമ്മൾ ഈ 1 ആയിട്ട് കാണുന്നത്. ഈ 1ൻ്റെ ഉള്ളിലുള്ളതാണ് നമ്മുടെ ഇന്നത്തെ അറിവ്. ഇതിന് പുറത്ത് ഇൻഫിനിറ്റ് ആയിട്ടുള്ള വേറെ ലെയേഴ്സ് ഉണ്ട്, വേറെ അറിവുകൾ കിടക്കുന്നുണ്ട്. നമുക്കിപ്പോൾ നിലവിലറിയില്ല, ഇപ്പോഴുള്ള നമ്മുടെ ശാസ്ത്രമോ ഭൗതിക ശാസ്ത്രമോ ഒന്നും ആ രൂപത്തിലേക്ക് വികസിച്ചിട്ടില്ല. എന്നിരിക്കെ നമ്മൾ ഈ ഒരു ചെറിയ വട്ടത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന നമ്മൾ അതിന് പുറത്ത് ഇത്രയും സാധ്യതകൾ നിലനിന്നിരിക്കെ അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് അങ്ങനെ യാതൊന്നും നിലനിൽക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ അതിര് കടന്നിട്ടുള്ള ഒരു അന്ധവിശ്വാസമാണ്. അതേസമയം നമുക്ക് ഒരു സാധനം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞ എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർട്ടിക്കിൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒരു ക്ലെയിം ഞാൻ പറയാണ്. അതൊക്കെ ഈ പറഞ്ഞ 1 എന്ന് പറയുന്ന ഗോളത്തിനകത്ത് കിട്ടുന്നില്ല. ഓക്കെ, 2 എന്ന് പറയുന്ന ഗോളത്തിനകത്ത് അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്താണ് ഞാൻ പറഞ്ഞ അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള എൻ്റെ ക്ലെയിം എന്തായി, അവിടെ പ്രൂവ്ഡായി. അപ്പോൾ ഇവിടെ ഒരു സാധനം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന ഒരു ക്ലെയിമിന് എന്ത് ചെയ്യാൻ കഴിയും, അങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിയും, അതിനെ കൺക്ലൂഡ് ചെയ്യാൻ കഴിയും.
അതേസമയം എക്സിസ്റ്റ് ചെയ്യുക പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം ഒരിടത്തും എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നൊരു വ്യക്തി പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെ ആ വ്യക്തി അറിഞ്ഞു എന്നുള്ള ചോദ്യം വരും. എന്ന് മാത്രമല്ല അങ്ങനെ പറയാൻ കഴിയില്ല, കാരണം അതിനുള്ള സാധ്യത നിലനിൽക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് പറയാം, വട്ടത്തിലുള്ളൊരു ത്രികോണം നിലനിൽക്കുന്നില്ല എനിവേർ, ഒരിടത്തും അത് നിലനിൽക്കുന്നില്ല എന്ന് എനിക്ക് പറയാം. കാരണം എന്താ, അത് ഇൻറ്റേർണലി ലോജിക്കൽ കോൺട്രഡിക്റ്ററി ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. ആ കൺസെപ്റ്റ് പിന്നെ കോൺട്രഡിക്റ്ററി ആയതുകൊണ്ട് തന്നെ, കോൺട്രഡിക്ഷൻസ് എവിടെയും നിലനിൽക്കാത്തത് കൊണ്ട് തന്നെ വട്ടത്തിലുള്ള ഒരു ത്രികോണം എവിടെ ഉണ്ടാവില്ല, അതെനിക്ക് പറയാം. അതേസമയം പോസിബിൾ ആണ് ഒരു എക്സിസ്റ്റൻസ് എന്നുണ്ടെങ്കിൽ അതൊരിടത്തും നിലനിൽക്കുന്നില്ല എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ എത്തീസത്തിൻ്റെ പ്രശ്നം അത് പറയുന്നത് എന്താണ്, പോസിബിൾ ആയിട്ടുള്ള ഗോഡ് എന്ന് പറഞ്ഞുള്ള ഒരു എക്സിസ്റ്റൻസ് നിലനിൽക്കുന്നില്ല എന്നുള്ള ക്ലെയിമാണ്. ആ ക്ലെയിം ഒരു മനുഷ്യനും പറയാൻ കഴിയില്ല. അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ആ മനുഷ്യന് കാര്യമായ എന്തോ തകരാറുണ്ടെന്നാണ് നമുക്ക് കരുതുള്ളൂ. ഒന്നില്ലെങ്കിൽ ഈ പറഞ്ഞ മതവിരോധമോ അങ്ങനെയുള്ള അടിസ്ഥാനമായി ചിന്തിക്കുന്നത് കൊണ്ട് മാത്രമാണ് ആ ആർഗ്യുമെന്റ്സ് പറയുന്നത്, അല്ലാതെ ഒരു ലോജിക്കലി അതിലോട്ട് ലീഡ് ചെയ്യുന്ന ഒന്നും തന്നെ ഇല്ല. തീർച്ചയായിട്ടും അവർ ബേസിക്കലി അന്ധവിശ്വാസി എന്നൊരു ഡിക്ലറേഷനാണ് എത്തീസ്റ്റുകളാണെന്ന് പറയുന്നവരോട് അവർ നടത്തുന്നത് എന്നുള്ളതാണ്. ഈ മതവിശ്വാസികളൊക്കെ ആരോപിക്കുന്ന അന്ധവിശ്വാസം അഥവാ ഒരു തെളിവുമില്ലാതെ ഒരു ബേസും ഇല്ലാതെ ഒരു വാദം വാദിക്കുന്ന, ഒരു കാര്യത്തിൽ വിശ്വസിക്കുന്ന ഏക ആളുകൾ എന്താണ് അവർ എതിർ വിഭാഗക്കാരായിട്ട് ആരോപിക്കുന്നത്, എന്താണ് അവർ മറ്റുള്ളവരുടെ കുറ്റമായി ചൂണ്ടിക്കാണിക്കുന്നത്, അത് ശരിക്ക് ഇത്തരം കാര്യങ്ങളിലൂടെ അവരുടെ മേൽ തന്നെ വന്നു ചേരുകയാണെന്നുള്ള കാണാൻ കഴിയുക. അതായത് ഈ അന്ധവിശ്വാസം എന്ന് പറയുന്നത് ഒരു ബേസും ഇല്ലാതെ എന്തൊക്കെയാണെങ്കിലും ഞങ്ങൾ വിശ്വസിക്കില്ല, എങ്ങനെ പോയാലും. ഇപ്പോൾ ചില ഡിബേറ്റുകളിലൊക്കെ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, കലാനാഥ മാസ്റ്ററാണെന്ന് തോന്നുന്നുണ്ട് ഡിബേറ്റിൽ പറഞ്ഞത്, ഇനി ദൈവം ഉണ്ടായിക്കോട്ടെ, ഉണ്ടെങ്കിൽ ഞാൻ ദൈവത്തിനെതിരെ യുദ്ധം ചെയ്യുന്നതാണ്. കാരണം ദൈവത്തിനെതിരെ യുദ്ധം ചെയ്യാനുള്ള കാരണം ദൈവം ഒരുപാട് തെറ്റായ നിയമങ്ങൾ, പ്രശ്നമാകുന്ന പല കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ദൈവം ഉണ്ടായാലും കുഴപ്പമില്ല, ഞങ്ങൾ എതിർക്കും. ദാറ്റ് മീൻസ് ഒരു ക്ലാരിറ്റി ഇല്ലാത്ത, ഒരു തെളിവില്ലാത്ത, ഒരു ബേസ് ഇല്ലാത്ത, പ്യുവർലി ശുദ്ധമായ അന്ധവിശ്വാസത്തിനൊക്കെ ഒരു ടിപ്പിക്കൽ ഒരു ഐഡിയൽ എക്സാമ്പിൾ എടുക്കാൻ പറ്റുമെങ്കിൽ ഇതിനൊക്കെ നല്ലതായിട്ട് വേറൊന്നും കൊടുക്കാൻ പറ്റില്ല. ആ രീതിയിലുള്ളൊരു വിശ്വാസമായിട്ട് നമുക്കിതിനെ. അതെ, ഇപ്പോൾ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ശാസ്ത്രലോകത്ത് ഒരുപാട് നമ്മുടെ പ്രപഞ്ചത്തിന് പുറത്ത് മറ്റു പ്രപഞ്ചങ്ങൾ നിലനിൽക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരുപാട് പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മൾട്ടിവേഴ്സുകളെ സംബന്ധിച്ച് അതിന് പിന്നെ മാത്തമാറ്റിക്കലി അതിനുള്ള പ്രോബിലിറ്റിനെ കുറിച്ചൊക്കെയുള്ള സിദ്ധാന്തങ്ങളും കാര്യങ്ങളൊക്കെ ഹൈപ്പോത്തിസ് നിലവാരത്തിൽ നിലനിൽക്കുന്നു. ഇങ്ങനെ ഉള്ള ഒരു അവസ്ഥയിൽ ഒരു ആൾ വന്നിട്ട് പറയാണ്, ഈ പ്രപഞ്ചത്തിനപ്പുറത്ത് വേറെ പ്രപഞ്ചമൊന്നുമില്ല, അങ്ങനെ ഒന്നും എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അയാൾക്കൊരു പ്രൂഫും നൽകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അയാൾ പറഞ്ഞ നോൺ എക്സിസ്റ്റൻസ് ക്ലെയിം ശാസ്ത്രവിരുദ്ധമാണ്. കാരണം സയൻസ് അതിനെ പഠിക്കുന്നതിനേക്ക്, സയൻസിൻ്റെ അന്വേഷണ ഗവേഷണ ചിന്തകൾക്ക് നേരെ വിരുദ്ധമാണ് ഇങ്ങനെ ഒന്നും ഇല്ല എന്ന് അന്ധമായി പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു, അതായത് എത്തീസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പിന്നെ സമൂഹത്തിനോ അല്ലെങ്കിൽ പിന്നെ മനുഷ്യ നാഗരികതകൾക്കൊന്നും തന്നെ ഒന്നും നൽകാനില്ലാത്ത, ധാർമ്മികമായോ മറ്റൊന്നും നൽകാനില്ലാത്തൊരു സാധനമാണ് എത്തീസം എന്ന് പറയുന്നത്. ആകപ്പാടെ പറയുന്ന ഈ ഒരു ദൈവമില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം മാത്രമാണ്. അത് തന്നെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കോലം ഇങ്ങനെ അശാസ്ത്രീയമായ അന്ധവിശ്വാസപരമായിട്ടുള്ള ഒരു നിലപാടാണെന്നുള്ളതാണ്. അപ്പോൾ ധാർമ്മികമായോ സാമൂഹ്യമായോ മാനവികമായോ സമൂഹത്തിനൊരു ഗുണമില്ലാത്ത, എന്നാൽ ഇനി ബുദ്ധിപരമായ എന്തെങ്കിലും സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സാധ്യത ഇല്ല എന്ന് മാത്രമല്ല, മനുഷ്യൻ്റെ ഈ രൂപത്തിലുള്ള അന്വേഷണ ബുദ്ധിക്ക് പോലും വിരുദ്ധമായിട്ടുള്ള ഒന്നാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ജസ്റ്റ് യൂസ്ലെസ് എന്ന് പറയാം. ഈ അന്വേഷണ ബുദ്ധിക്ക് വിരുദ്ധമാണെന്നുള്ളത് ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഇവർ കൊണ്ടുവരുന്ന കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഈ ഒരു വിഷയം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ആബ്സെൻസ് ഓഫ് എവിഡൻസ് ഈസ് ദി എവിഡൻസ് ഓഫ് ആബ്സെൻസ് ഉള്ളൊരു വാദം അവർ വാദിക്കുകയും സയൻറ്റിഫിക് ടെമ്പർ എന്ന ഒരു വ്യാജേനത പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് നേരെ ബൗൺസ് ബാക്ക് ചെയ്യുകയാണെന്നുള്ളത് ഒരു റിയാലിറ്റി ആണല്ലോ. എന്തൊന്നിനെയാണോ ഒരു അവകാശവാദമായിട്ട് പറയുന്നത്, അതിനായിട്ട് അവർ ഉന്നയിക്കുന്ന കാര്യം അതിനെ തന്നെ തിരിച്ചടിക്കുകയാണ്. സയൻസ് വളർത്താനും സയൻറ്റിഫിക് ടെമ്പർ ഉണ്ടാക്കാനും ഒക്കെ പ്രചരിപ്പിക്കുന്ന ആശയം എന്താണ്? ആബ്സെൻസ് ഓഫ് എവിഡൻസ് ഈസ് ദി എവിഡൻസ് ഓഫ് ആബ്സെൻസ്. തെളിവില്ലായ്മയാണ് ഇല്ലായ്മയുടെ തെളിവ്. സത്യം പറഞ്ഞാൽ സയൻസിൻ്റെയും അതേപോലെ തന്നെ അന്വേഷണ ത്വരയുടെയും ഒക്കെ കടക്കലാണ് ഇത് കത്തിവെക്കുന്നതാണ് യാഥാർത്ഥ്യം. എന്തൊന്നാണോ അവർ പറയുന്നത്, എന്തൊന്നാണോ അവർ അവകാശവാദമായിട്ട് ഉന്നയിക്കുന്നത്, അതിന് നേരെ ഓപ്പോസിറ്റാണ് അവരുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നതാണ്. അതെ, ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞൊരു ആർഗ്യുമെൻ്റ് തന്നെ എടുത്ത് നോക്കാം, ആബ്സെൻസ് ഓഫ് ദി എവിഡൻസ് ഈസ് ദി എവിഡൻസ് ഓഫ് ആബ്സെൻസ്. ഈ പറഞ്ഞൊരു ഐഡിയ ഐൻസ്റ്റീനോ അല്ലെങ്കിൽ മാക്സ് പ്ലാങ്കിനോ ആരെങ്കിലും അവർ ഈ പറഞ്ഞ ഇവരുടെ ഈ എത്തീസത്തിനെ ന്യായീകരിക്കാൻ വേണ്ടി ഇവരുണ്ടാക്കിയിട്ടുള്ള ഈ മുദ്രാവാക്യം, ഇതിൽ അവരാരെങ്കിലും ആകൃഷ്ടരായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ശാസ്ത്ര വളർച്ച ഒന്നും തന്നെ ഉണ്ടാവില്ല. മാക്സ് പ്ലാങ്കിന് ആബ്സെൻസ് ഓഫ് ദി എവിഡൻസ് ഈസ് ദി എവിഡൻസ് ഓഫ് ആബ്സെൻസ് എന്നൊക്കെ ഉള്ള ഒരു ഐഡിയയിലാണ് എത്തിയെന്നുണ്ടെങ്കിൽ പിന്നെ ക്വാണ്ടം മെക്കാനിക്സിലോട്ട് നമ്മൾ എത്തൂല. ഐൻസ്റ്റീൻ റിലേറ്റിവിറ്റിയിലോട്ടും ടൈം ഡയലേഷനിലോട്ടും എത്തൂല. കാരണം ഒരു സമയത്ത് മനുഷ്യനെ അറിയാതിരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു, പിന്നീട് നമ്മൾ അറിഞ്ഞു. ഒരു 500-1000 വർഷം മുമ്പ് നമുക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ശാസ്ത്രലോകം കണ്ടെത്തിയിട്ടുണ്ട്. എന്നിട്ട് തെളിവുണ്ടായിരുന്നില്ല, പിന്നീട് തെളിവ് കണ്ടെത്തപ്പെട്ടു. അപ്പോൾ തെളിവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
തെളിവ് തൽക്കാലം ഇല്ല എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. അതിനർത്ഥം അങ്ങനെ ഒരു സാധനം തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല എന്നോ വ്യാഖ്യാനിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് ശാസ്ത്രവിരുദ്ധമായ, മനുഷ്യൻ്റെ അന്വേഷണ ബുദ്ധിക്ക് വിരുദ്ധമായ, മനുഷ്യനെ അന്വേഷണ ബുദ്ധിക്ക് വിരുദ്ധമാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ പുരോഗതിക്ക് തന്നെ വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാട്. നിൽക്കാനും ജീവിക്കുന്നത് പോലെ ജീവിക്കാനും മാത്രമാണ് അത് പഠിപ്പിക്കുന്നതാണ്. ഒപ്പം തന്നെ ഇത് പറയുമ്പോൾ ഇപ്പോൾ ദൈവത്തിന് തെളിവില്ല എന്ന രീതിയിൽ ആളുകൾ കേൾക്കും. അങ്ങനെയല്ല പറയുന്നത്. ദൈവത്തിന് തെളിവില്ല എന്നാണ് അവർ പറയുന്നത്. ദൈവത്തിന് തെളിവുമുണ്ട്, ദൈവവുമായി ബന്ധപ്പെട്ട ഒരുപാട് ആർഗ്യുമെന്റുകൾ നമുക്ക് പ്രസന്റ് ചെയ്യാനുണ്ട്. എന്നിട്ടും അവർ ദൈവത്തിന് തെളിവില്ല എന്ന് പറയുന്നു. ഇനിയൊക്കെ തെളിവില്ല എന്ന് പറയുന്ന അവരുടെ കാര്യം അംഗീകരിച്ചു വെക്കാം. അങ്ങനെയാണെങ്കിൽ പോലും ദൈവമില്ല എന്നുള്ളതിൻ്റെ ആർഗ്യുമെന്റ് ആയിട്ട് അത് ഡെവലപ്പ് ചെയ്യാൻ പറ്റൂല എന്നാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ ഈ ആബ്സെൻസ് ഓഫ് എവിഡൻസ് ഈസ് ദ എവിഡൻസ് ഓഫ് ആബ്സെൻസ്, ദെർഫോർ നോ ഗോഡ് എന്നൊക്കെ പറയുമ്പോൾ ഇവരിവിടെ ഗോഡ് എന്ന് പറയുന്നത് ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഗ്രാവിറ്റോൺസിനെ കണ്ടുപിടിക്കുന്ന പോലെയൊക്കെ നമ്മൾക്ക് സയൻറ്റിഫിക്കലി എന്തെങ്കിലും റിസർച്ച് പേപ്പർ എഴുതപ്പെട്ടാൽ മാത്രം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പരീക്ഷണശാലയിൽ ഒരു മൈക്രോസ്കോപ്പിൻ്റെ താഴെ കിട്ടിയാൽ മാത്രം അംഗീകരിക്കുന്ന ഒരു കാര്യം എന്ന രൂപത്തിലാണ് ഇവർ പറയുന്നത്. അതായത് ശാസ്ത്രീയമായിട്ട് വാട്ട്സ് ദി എവിഡൻസ് ഫോർ ഗോഡ് എന്നുള്ളത്. ശാസ്ത്രീയമായിട്ട് പിന്നെ ഗോഡിന് എവിഡൻസ് പറയാൻ പറ്റുമോ എന്നുള്ളതൊക്കെ വേറെ വിഷയം. ഒന്ന് സയൻസ് എന്ന് പറയുന്നതിനുള്ള എന്താണ് സയൻസ് എന്നതിനെ സംബന്ധിച്ച് പോലും ഒരു ബോധമില്ലാത്ത ആളുകളാണ് ഈ ആർഗ്യുമെൻറ്റ്സ് പറയുന്നത്. കാരണം സയൻസ്, വാട്ട് ഈസ് സയൻസ്? സയൻസ് ഈസ് ദ ഇൻ്റലക്ച്വൽ ആൻഡ് പ്രാക്ടിക്കൽ ആക്ടിവിറ്റി എൻകംപാസിംഗ് ദി സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് ദി ഫിസിക്കൽ ആൻഡ് നാച്ചുറൽ വേൾഡ് ത്രൂ ഒബ്സർവേഷൻ ആൻഡ് എക്സ്പെരിമെൻ്റ് എന്ന് പറയാം. ഭൗതികമായ പ്രപഞ്ചത്തെ ഭൗതികമായ ഘടനയ്ക്ക് അകത്ത് നിന്നുകൊണ്ട് മനുഷ്യൻ അവൻ്റെ പരിമിതമായ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് സംവിധാനങ്ങൾ ഉപയോഗിച്ച് പഠിക്കുന്നൊരു മെത്തഡോളജി, അതാണ് സയൻസ് എന്ന് പറയുന്നത്. ആ സയൻസ് ഈ പ്രപഞ്ചങ്ങൾക്ക് എല്ലാം അതീതമായ, അതിനെല്ലാം ക്രിയേറ്റ് ചെയ്ത സംതിങ് സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു എക്സിസ്റ്റൻസിനെ കുറിച്ച് സംസാരിച്ചില്ല. അതുകൊണ്ട് അങ്ങനൊന്നും നിലനിൽക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒന്നാമത് വിവരക്കേടാണ്. ഒന്നിപ്പോൾ ട്രെയിൻ എന്തുകൊണ്ട് പറക്കുന്നില്ല എന്നൊരു വ്യക്തി ചോദിച്ചു കഴിഞ്ഞാൽ അത് വിവരക്കേടാണ്. കാരണം ട്രെയിനിന് പറക്കലല്ല പണി, അത് റെയിൽപാതയിൽ കൂടെ പോവലാണ്. ഇതുകൊണ്ട് അത് എത്തൂല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഈ സയൻസ് കൊണ്ട് എന്തായാലും അഭൗതികമായ ഫിസിക്കൽ ആൻഡ് നാച്ചുറൽ വേൾഡിനെ പറ്റി പഠിക്കാനുള്ളതാണ് ഇതെന്ന് പറഞ്ഞാൽ പിന്നെ എന്തുകൊണ്ടിത് ഫിസിക്കൽ അല്ലാത്ത, എന്തുകൊണ്ടിത് നാച്ചുറൽ അല്ലാത്ത കാര്യങ്ങളെ പറ്റി പറയാതിരിക്കുന്നു ചോദിക്കുന്നത് അതൊരു സ്വാഭാവിക യുക്തി എന്ന് വരുന്ന സംഭവമാണ്. അതതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടി, അതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടി ഉണ്ടാകപ്പെട്ടതല്ല. ഈ തെർമോമീറ്റർ കൊടുത്തിട്ട് എൻ്റെ തൂക്കം എത്രയാണെന്ന് പറഞ്ഞുതരുമെന്ന് ചോദിക്കുന്ന പോലെയാണ്. തെർമോമീറ്റർ കൊണ്ട് അത് പറ്റൂലല്ലോ, സയൻസ് കൊണ്ട് ഇത് പറ്റൂല. സയൻസ് അബോധികമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല. അതിനെ പിന്നെ സമതി അടുത്ത് റിയാക്ട് ചെയ്തൊരു വീഡിയോ ഉണ്ടല്ലോ, ഏതോ ഒരു ചങ്ങായി വന്നിട്ട് അതിൽ പറയുന്നൊരു കാര്യമുണ്ട്. എന്ത്, ഈ സയൻറ്റിസ്റ്റുകളിലേക്ക് നോക്കൂ, വലിയൊരു കൂട്ടം സയൻറ്റിസ്റ്റുകൾ എത്തീസമാണ് തങ്ങളുടെ വിശ്വാസമായി കൊണ്ട് നടക്കുന്നത്. ഇന്നത്തെ ശാസ്ത്രലോകം ദൈവമില്ല എന്ന് പറയുന്നു, എന്ന് വിശ്വസിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതെ, സയൻസിന്റെ പണി അതാണല്ലോ. ബുദ്ധമതമാണോ ജൈനമതമാണോ പിന്നെ ശരി തങ്ങളെയില്ലാന്ന് വിശ്വസിക്കുന്നൊക്കെ പറഞ്ഞു നടക്കണം. ആ ക്ലെയിം തന്നെ എന്ത് ബാലിശാന്നൊന്ന് ആലോചിച്ച് നോക്കുക. പിന്നെ അതിൽ ഒരു ഇതില്ല. ഇപ്പോൾ ഞാൻ പറയണം, എൻ്റെ നാട്ടിലുള്ള ചുമട്ട് തൊഴിലാളി യൂണിയൻ സഖാക്കളെല്ലാം തന്നെ ദൈവമില്ലെന്ന് വിശ്വസിക്കുന്നു. ദെർഫോർ ഗോഡ് ഡസൻറ്റ് എക്സിസ്റ്റ് എന്ന് പറയുന്ന പോലെ മാത്രമാണ്. കാരണം ചുമട്ട് തൊഴിലാളികളുടെ പണിയല്ല ഗോഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കൺക്ലൂഡ് ചെയ്യുക എന്ന് പറയുന്നത്. അതുപോലെ സയൻറ്റിസ്റ്റുകളുടെ പണിയല്ല അത്. കാരണം സയൻസ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു ബയോളജിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ മേഖല പരിമിതമാണ്. അതേപോലെ തന്നെ ഒരു ഫിസിസിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ഒരു പരിമിത മേഖലയ്ക്ക് അകത്ത് ഒതുങ്ങി നിൽക്കുന്ന ഒന്നാണ്. അതേസമയം ഗോഡ് എന്ന് പറയുന്നത് ഈ ഏതെങ്കിലും ഒരു ഫിസിക്കൽ ലിമിറ്റിനകത്ത് എന്നതിനപ്പുറത്തേക്ക് മനുഷ്യന് ബുദ്ധിപരമായി തന്നെ വളരെ ലളിതമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണെന്നുള്ളതാണ്. ലോജിക്കലി അതൊരു നെസസിറ്റിയാണ്. എന്ന് മാത്രമല്ല, ഒരിക്കലും തന്നെ ഭൗതികമായി മാത്രം നമുക്ക് ഭൗതിക ലോകത്ത് വിശദീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എന്ത് വേണ്ടി വരും? ഒരു ഗോഡ് വേണ്ടി വരും, നെസസറി ആയിട്ട് ഒരു എക്സിസ്റ്റൻസ് വേണ്ടി വരും എന്നുള്ളത് യുക്തിപരമായിട്ടുള്ള അനിവാര്യതയാണ്. അത് മനുഷ്യൻ്റെ സ്വാഭാവിക യുക്തിയുടെ പരിണിതഫലമായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ നോക്കുമ്പോൾ മനുഷ്യ സമൂഹങ്ങളിലും നാഗരികതകളിലും എല്ലാം മനുഷ്യർ ദൈവത്തെ വിശ്വസിക്കുന്നതായിട്ടാണ് കാണുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒന്ന് മനുഷ്യൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള സ്വഭാവമാണ്, രണ്ട് മനുഷ്യൻ്റെ നൈസർഗിക ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അവൻ ലോകത്ത് നോക്കുമ്പോൾ ആ ബുദ്ധി ഉപയോഗിക്കുന്ന മനുഷ്യന് കാണുന്നതും ഇതൊരു ബുദ്ധിപരമായി സൃഷ്ടിക്കപ്പെട്ട ഒരു സംവിധാനത്തിന് അകത്താണ് തങ്ങൾ ജീവിക്കുന്നത് എന്നും അതിന് പുറകിൽ സ്വാഭാവികമായിട്ടും ഒരു സൃഷ്ടാവ് ഉണ്ടായിരിക്കണം എന്നുള്ള യുക്തി തന്നെയാണ് മനുഷ്യരെത്തുന്നത്. ഇനി എത്ര ഫിലോസഫിക്കലും എത്ര റാഷണൽ ആയിട്ടുള്ള ആർഗ്യുമെൻസിലോട്ട് പോയി കഴിഞ്ഞാലും ഗോഡ് ഉണ്ട് എന്നുള്ളതിലേക്ക് തന്നെയാണ് നമ്മൾ എത്തുന്നത്. ഈ പിന്നെ പലപ്പോഴും ഈ സയൻറ്റിസം എന്ന പോലെയൊക്കെയുള്ള ശാസ്ത്രലോകം പോലും തള്ളിക്കളഞ്ഞ കുറേ അബദ്ധധാരണകളുണ്ട്. ശാസ്ത്രം മാത്രമാണ് അറിവ് നേടാൻ യോഗ്യമായിട്ടുള്ള ഒരു മാർഗം, പിന്നെ ശാസ്ത്രത്തിനകത്ത് കിട്ടിയില്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരു സാധനം ഇല്ല എന്നൊക്കെ പറയുന്നത് ശാസ്ത്രം മാത്രമാണ് അറിവ് നേടാൻ. ശാസ്ത്രത്തെ മനസ്സിലാക്കാത്തതുകൊണ്ടുള്ള ഒരു പ്രശ്നമാണ് തോന്നുന്നത്. ശാസ്ത്രം മനസ്സിലാക്കിയ എത്തിയിസ്റ്റുകൾ പോലും അതിനെ എതിർക്കുന്നുണ്ടല്ലോ. അതെ, ഒന്നാമത് ഇത് സെൽഫ് റെഫ്യൂട്ടഡ് ആയിട്ടുള്ള ക്ലെയിം ആണെന്നുള്ളതാണ്. ഇപ്പോൾ ശാസ്ത്രത്തിലൂടെ
എല്ലാം മനസ്സിലാക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രിസപ്പോസിഷനിൽ നിന്നിട്ടാണ് പിന്നെ ശാസ്ത്രം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ, അതല്ലാത്തൊന്നും ഇല്ല എന്ന് പറയുന്നത്. ഓക്കെ, സയൻസിനെ കൊണ്ട് എല്ലാം അറിയാൻ കഴിയും എന്ന് ഇവർക്ക് എങ്ങനെ അറിയാൻ കഴിയും? ഇപ്പോൾ നിലവിലുള്ള സയൻസിന് എല്ലാ കാര്യങ്ങളെയും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഭാവിയിൽ സയൻസിനെ കൊണ്ട് ഇന്ന് അറിയില്ലെങ്കിലും അതെല്ലാം സയൻസ് കീഴ്പ്പെടുത്തും എന്ന് പറയുമ്പോൾ അതുപോലും അനുമാനമാണ്, സയൻറ്റിഫിക് അല്ല. ദാറ്റ് ക്ലെയിം ഇറ്റ് സെൽഫ് നോട്ട് സയൻറ്റിഫിക് ആൻഡ് ഇറ്റ്സ് എൻ അസംഷൻ. അപ്പോൾ ഇത് തന്നെ ഒരു സെൽഫ് റെഫ്യൂട്ടിംഗ് ആണ്. ഇവർ പറയുന്ന ആർഗ്യുമെൻറ്റ് പോലും ഇറ്റ് സെൽഫ് സയൻറ്റിഫിക് അല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, സയൻസ് ബേസ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? പിന്നെ സയൻസ് ഒരുപാട് ഫിലോസഫിക്കൽ ആൻഡ് ലോജിക്കലായിട്ടുള്ള കുറേ റാഷണൽ അസംഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് സയൻസ് തന്നെ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഇവിടെ നിന്ന് ഒരു കല്ല് തൂക്കിയെടുത്ത് താഴേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് താഴെ വീഴും, ഗ്രാവിറ്റി, ബിക്കോസ് ഓഫ് ഗ്രാവിറ്റി. ഇതേപോലെ തന്നെ ആയിരിക്കും എന്ത് ചെയ്യുക, നാളെയും ഈ പ്രപഞ്ചത്തിനകത്ത് ഇത് വർക്ക് ചെയ്യുക എന്നുള്ള കൺക്ലൂഷനിലോട്ടാണ് നമ്മൾ എത്തുക. ഇതേപോലെ നമ്മൾ ആറ്റം ന്യൂക്ലിയസിനകത്ത് ഇന്ന പ്രവർത്തനം നടക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു, ആറ്റത്തിൻ്റെ സ്വഭാവം ഇന്നതാണെന്ന് മനസ്സിലാക്കുന്നു. ഇത് പ്രപഞ്ചത്തിലെ സകല ആറ്റങ്ങളെയും എടുത്തു വെച്ചിട്ടല്ല നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ നിരീക്ഷിക്കുന്ന ചില കാര്യങ്ങളിൽ നിന്നും പ്രപഞ്ചത്തിലെ ആറ്റങ്ങളുടെ സ്വഭാവം അതാണ് എന്ന് നമ്മൾ റാഷണലി അസ്യൂം ചെയ്യുന്നതാണ്. അപ്പോൾ സ്പേഷ്യൽ റെഗുലാരിറ്റി എന്ന് പറയും, ടെമ്പറൽ റെഗുലാരിറ്റി എന്ന് പറയും. ഇന്നത്തെ പോലെ തന്നെ ഈ നിയമം നാളെ വർക്ക് ചെയ്യും എന്നുള്ളത്, അതുപോലെ ഇവിടെ വർക്ക് ചെയ്യുന്ന പോലെ തന്നെ പ്രപഞ്ചത്തിൽ സകലയിടത്തും വർക്ക് ചെയ്യും എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഫിലോസഫി അപ്ലൈഡ് ആണ്. ഈ ഫിലോസഫി അപ്ലൈഡ് ചെയ്തിട്ടാണ് സയൻസ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സയൻസ് പോലും ബേസ് ചെയ്ത് നിൽക്കുന്ന യുക്തി, ആ യുക്തിയാണ് ഏറ്റവും പ്രാഥമികമായിട്ടുള്ള. ആ യുക്തിനെ നിരാകരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ പിന്നെ സയൻസിനെ എടുക്കാൻ കഴിയില്ല. അപ്പം എല്ലാ തലത്തിലും സെൽഫ് റിഫ്യൂട്ടഡ് ആണ് ഇത് എന്നുള്ളതാണ്. ഇനി ആ യുക്തിയാണെന്നുണ്ടെങ്കിൽ അത് ഗോഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതിലേക്ക് പ്രൂവ് ചെയ്യുന്ന, അതിലോട്ട് ലീഡ് ചെയ്യുന്ന ഒരു റേഷണൽ വേയുമാണ്. സയൻറ്റിസം അംഗീകരിച്ച് വയ്ക്കുന്ന ഒരാളെ സംബന്ധിച്ച് സ്പെഷ്യൽ റെഗുലാരിറ്റിയോ ടെമ്പോറൽ റെഗുലാരിറ്റിയോ അവ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് സയൻറ്റിസം വഴി അവന് തെളിയിക്കാൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും സയൻസിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തുന്നില്ല. അതാണ് നേരത്തെ പറഞ്ഞ പോലെ സയൻസ് എന്താണെന്ന് തന്നെ ഒരു ധാരണയില്ലാത്ത ആളുകളാണ് ഇത് പറഞ്ഞു നടക്കുന്നത്. ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് ഇത് പറഞ്ഞു നടക്കുന്നത് അറിയാലോ, ഇവരൊക്കെ നടത്തുന്ന പരിപാടി ചെയ്യുന്ന പണി ഇതാണ്. പിന്നെ നിങ്ങളുടെ മതം അങ്ങനെയാണ്, മതം തേങ്ങയാണ് വാങ്ങിയാണ്, അങ്ങനെ കുറേ നമുക്കിപ്പോൾ ഒരാളുടെ അടുത്ത് ദേഷ്യം ഉണ്ടെങ്കിൽ കുറേ തെറി പറഞ്ഞ കുറേ ഫ്രസ്ട്രേഷൻ തീരുമല്ലോ, അതുപോലുള്ള ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പരിപാടികൾ വരുന്നത്. ഇനി ആ പ്രോഗ്രാമിൽ നമ്മൾ വയ്ക്കുന്ന പോസ്റ്ററാണ് അതിനേക്കാൾ ഭയങ്കര. അതിൻ്റെ തലക്കെട്ട് ഇങ്ങനെ ആയിരിക്കും, സ്വതന്ത്ര ചിന്താശാസ്ത്ര, എന്തെങ്കിലും ചിന്തയും കുറച്ച് ശാസ്ത്രവും കുറച്ച് യുക്തി ബുദ്ധി. ഇതിന്റെ വീഡിയോ പുറത്തേക്ക് ഇറക്കുമ്പോൾ ആർട്ടിക്കിൾ 51 പാവ ഭരണഘടന എന്ത് ചെയ്തെന്ന് നമുക്കറിയില്ല. അതായത് അതുപോലെ ശരിക്കും ഒരു കോമഡി കേട്ടോ, ഭയങ്കര ഒരു ഗതികേടാണ്. കാരണം ഭരണഘടനയിൽ ഇപ്പോൾ മതസ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ടുള്ള, വിശ്വാസ സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കാണാൻ കഴിയും. അതിൽ നിന്ന് പിന്നെ എല്ലാ വിശ്വാസ സ്വാതന്ത്ര്യം ഉൾക്കൊള്ളുന്ന വളരെ റാഷണൽ ആയിട്ടുള്ള ആധുനികമായിട്ടുള്ള ഒരു ഭരണഘടന നമുക്കുള്ളത്. നമുക്ക് ഏതൊരു മതവിശ്വാസിക്കും അത് പറയാൻ കഴിയും. അതേസമയം എത്തീസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർഡിനെ പോലും അതിനകത്ത് തപ്പിയാൽ കിട്ടുമെന്നുള്ള അറിയില്ല. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരെന്തായാലും യൂസ് ചെയ്യുമല്ലോ. എത്തീസം എന്ന് പറഞ്ഞിട്ടുള്ള സാധനം തന്നെ നമ്മൾ അതിനകത്ത് നോക്കുമ്പോൾ കാണുന്നില്ല. അപ്പോൾ പിന്നെ ഇവർക്ക് സ്വാഭാവികമായിട്ടും ഫ്രസ്ട്രേഷൻ കൂടും. കാരണം ഇവരുടെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായ ഒന്നുമില്ല, സമൂഹത്തിന് എന്തെങ്കിലും ധാർമ്മികമായോ മോറലായോ ഒന്നും നൽകാനൊന്നുമില്ല. അപ്പോൾ പിന്നെ എന്താ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും ഹൈജാക്ക് ചെയ്യുക. ബുദ്ധി അത് ഞങ്ങളുടെ സാധനമാണ്, യുക്തി അത് ഞങ്ങളുടെ സാധനമാണ്, ശാസ്ത്രം ഞങ്ങളുടെ സാധനം, ഞങ്ങളതിന് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടോന്നോ, അല്ലെങ്കിൽ തങ്ങൾ എങ്ങനെയാണ് അതിൻ്റെ ഭാഗമാകുന്നത് എന്നുള്ള ഒരു റേഷണൽ കണക്ഷൻ പറയാനുണ്ടോ, അതൊന്നും ഒരു വിഷയമല്ല ഞങ്ങൾക്ക്. അതായത് സ്വന്തമായി ഒന്നുമില്ലാത്ത ഒരു ഗതികേട് മറച്ചു വെക്കാൻ വേണ്ടി നല്ലതൊന്ന് തോന്നുന്ന എല്ലാത്തിനും കൈയിട്ട് വരിട്ട് ഒക്കെ ഞങ്ങളുടെയാണെന്ന് പറയുന്ന ഒരു വളരെ വൃത്തിയായിട്ട സാധനം. ആ ഒരു തരികിടയുടെ ഭാഗമാണ് ഈ ആർട്ടിക്കിൾ 51 ഒരു നാണമില്ലാതെ എടുത്തിട്ട്. ആർട്ടിക്കിൾ 51 എവിടെയാണ് എത്തീസം പറയുന്നത്? അല്ലേ, ആർട്ടിക്കിൾ 51 എന്താ പറയുന്നത്? ശാസ്ത്രബോധം ഉണ്ടാക്കൽ കടമയാണെന്ന് പറയുന്നത്. ശാസ്ത്രബോധം ഉണ്ടാക്കാൻ എന്താ ചെയ്യുന്നത്? ആബ്സെൻസ് ഓഫ് എവിഡൻസ് ഈസ് എവിഡൻസ് ഓഫ് ആബ്സെൻസ്. എന്തൊരു ശാസ്ത്രബോധം അതിലോട്ട് വളരുന്നത്. അല്ല, ബോധം ഇല്ലെങ്കിൽ പിന്നെ ആവാലോ, അതിന്റെ ഒരു പ്രശ്നമാണ്. ഒരു ബോധം ഇല്ലാത്തവർക്കുള്ള ബോധമാണ് ഈ ശാസ്ത്രബോധം. അതെ, എന്താണ് ശാസ്ത്രബോധം എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധമുള്ള ആൾക്കാർക്ക് അത് എവിടെയൊക്കെ യൂസ് ചെയ്യണം യൂസ് ചെയ്യാതിരിക്കണം എന്നുള്ള അറിയാം. പിന്നെ അതില്ലാത്തൊരു കാര്യം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതാണ് ഇപ്പോൾ എത്തി നിൽക്കുന്ന ഒരു അവസ്ഥ എന്നുള്ളതാണ് പറഞ്ഞു വന്നത്. പിന്നെ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് എന്നുള്ള ഒരു വിഷയമാണ് ഇനി ഈ ഒരു ഡിബേറ്റുകളിൽ അവശേഷിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്. സമത് സ്വാഭാവികമായിട്ടും നമ്മൾ ഈ ചർച്ചകളൊക്കെ തുടങ്ങിയിട്ട് 1 വർഷം കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ലൈവ് ഡിസ്കഷൻസ്. അതെ, നമ്മൾ കുറച്ചുകൂടെ ആക്റ്റീവായി ഇതിലേക്ക് വന്നിട്ട്. അപ്പോൾ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ എങ്ങനെ നോക്കി കാണുന്നു? അവർ ഉന്നയിക്കുന്ന കൗണ്ടേഴ്സുകൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് എന്നതിൽ അവർ കൗണ്ടർ ഉന്നയിക്കാൻ പറ്റാത്ത വിധം അതിനൊരു കോസ്മിക് ദൈവം ഉണ്ടാവാം എന്ന രീതിയിൽ അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ജബ്ബാർ മാഷൊക്കെ പറഞ്ഞതുപോലെ ദൈവമൊക്കെ ഉണ്ടാവും, പക്ഷെ അള്ളാഹു അതില്ല, ആ ഒരു രീതിയിലേക്ക് അവരെത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. കാരണം
നമ്മൾ പറയുന്ന പല ആർഗ്യുമെൻസും കണ്ടിൻജൻസി ആയിക്കോട്ടെ, ഇനി വേറെ ഏത് രീതിയിലുള്ള ഖുറാനിക് ആർഗ്യുമെൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രസന്റ് ചെയ്യാൻ പല ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്. ഏതായിക്കോട്ടെ, ഇതിനൊരു കൗണ്ടർ ഉണ്ട്. നിങ്ങൾ പറയുന്ന ഈ ദൈവം ഇല്ല എന്ന് ഞങ്ങൾക്ക് തെളിയിക്കാൻ പറ്റും. ആ ഒരു രീതിയിലേക്ക് അവർ എന്തായാലും പോകുന്ന അവസ്ഥയിലല്ല ഇപ്പോൾ ഉള്ളത്. ഓക്കെ, ഇങ്ങനെ ഒരു ദൈവം ഉണ്ടാവാം, പക്ഷെ നിങ്ങൾ മതത്തിൽ പറയുന്ന ദൈവമൊന്നും ഉണ്ടാവില്ല. ആ ഒരു മീൻസ് അംഗീകരിക്കാൻ പറ്റാത്തൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു ഫ്രസ്ട്രേഷൻ കാരണം മതത്തിലെ ദൈവത്തെ അംഗീകരിക്കാതിരിക്കുകയും എന്നാൽ കോസ്മിക് ആയിട്ടുള്ള ദൈവം ഉണ്ട് എന്നൊരു ഭാഗത്തിലേക്ക് എത്തേണ്ട ഒരു നിർബന്ധിത അവസ്ഥയിലേക്കും അവർ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതെ അതെ, എത്തീസത്തിൻ്റെ ഇപ്പോഴുള്ള ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്. പിന്നെ ഗോഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംവാദങ്ങളിലേക്ക് പ്രത്യേകിച്ച് നമ്മളൊക്കെ ഒന്ന് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളൊരു പിന്നെ കുറേ റാഷണൽ ആർഗ്യുമെൻറ്റ്സ്, കുറേ ഫിലോസഫിക്കലായിട്ടുള്ള കുറേ ആർഗ്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഉദാഹരണത്തിന് ആർഗ്യുമെൻറ്റ് ഫ്രം എ നെസസറി ബീയിങ് അല്ലേ, ആർഗ്യുമെൻറ്റ് ഫ്രം കണ്ടിൻജൻസി, അങ്ങനെയുള്ള അതുപോലെ ഡിപ്പെൻഡൻസി എന്നുള്ള ആർഗ്യുമെൻറ്റ്, ഇതിലൂടെ എല്ലാം ദൈവത്തെ സ്ഥാപിക്കുന്ന ഒരുപാട് ആർഗ്യുമെൻറ്റ് നമ്മൾ മുന്നോട്ട് വെച്ചു. അപ്പോൾ അതിൽ നിന്നൊക്കെ കിട്ടുന്ന റിസൾട്ടിനെ എങ്ങനെയാണ് സഭ നോക്കി കാണുന്നത്? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒന്നുകൂടെ ആളുകൾ ഈ വിഷയത്തിൽ യുക്തി കൊടുത്ത് ചിന്തിക്കാൻ തുടങ്ങിയെന്ന് മനസ്സിലാക്കുന്നത്. കാരണം ഇതിനു മുന്നൊക്കെ ഈ ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്ന കൺസെപ്റ്റ്സ് അതൊക്കെ എന്തോ ഒരു പഴയ സംഭവം ഫോളോ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് വിശ്വസിക്കുന്നു, ഒരു പാരമ്പര്യം തുടരാൻ വേണ്ടി വിശ്വസിക്കുന്നു. അതല്ലാതെ അതിലൊന്നും വലിയ കാര്യമില്ല, അങ്ങനെ വിശ്വസിക്കുന്ന ആളുകളൊക്കെ വിഡ്ഢികളാണ് എന്നൊരു നിലയിൽ നിന്നും മാറിയിട്ട് ഇതിലെന്തോ കാര്യമുണ്ട്, ഇത് കുറച്ച് പരിഗണിക്കേണ്ട ഒരു പൊസിഷനാണ് എന്ന നിലയിലേക്ക് മാറിയിട്ടുള്ളതാണ്. കാരണം ഇതിന് കുറച്ച് മുന്നേ, ഈ ജനറേഷൻ തൊട്ട് മുന്നത്തെ ജനറേഷനിൽ എത്തീസ്റ്റുകൾ ഉണ്ടാക്കിയെടുത്തൊരു ഫ്രെയിം വർക്ക് ഉണ്ടായിരുന്നു. അതിൽ നിന്നായിരുന്നു ഇവർ ദൈവം എന്ന് പറയുന്ന കൺസെപ്റ്റിനെ അറിയുകയും അതിനെപ്പറ്റി ചിന്തിക്കുകയും ചെയ്തിരുന്നത്. അതായത് ദൈവം എന്ന് പറയുന്ന എക്സിസ്റ്റൻസിനെ അതിനെപ്പറ്റിയൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ദൈവത്തിൻ്റെ നിയമങ്ങൾ, ദൈവത്തിൻ്റെ ഗ്രന്ഥം, അതിനൊക്കെ പറ്റിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇമോഷണലി തിങ്ക് ചെയ്യുക. ആയിഷ കല്യാണം അത് നിങ്ങൾക്ക് ധാർമ്മികമായിട്ട് തോന്നുന്നുണ്ടോ? തോന്നുന്നില്ലെങ്കിൽ ദൈവമല്ല. അതേപോലെ തന്നെ വസ്ത്രം, ഇങ്ങനെയൊക്കെ വസ്ത്രം ധരിക്കാൻ ദൈവം പറയുമോ? ഓക്കെ, ദൈവം പറയില്ല എന്ന് തോന്നുന്നെങ്കിൽ ദൈവമല്ല. ഈ രീതിയിലുള്ളൊരു നിയമങ്ങൾ അങ്ങനെയാണോ നിങ്ങൾ ഇമോഷൻസ് ഈ രീതിയിൽ പരിഗണിക്കുക, ആ രീതിയിൽ പരിഗണിക്കുക എന്നീ രീതിയിലുള്ളൊരു ഫ്രെയിമിൽ നിന്ന് മാറിക്കൊണ്ട് ദൈവം എന്ന് പറയുന്ന എക്സിസ്റ്റൻസ്, അസ്തിത്വം, അതിനെപ്പറ്റി ചിന്തിക്കാനും അതുണ്ടോ എന്ന രീതിയിലേക്ക് ആളുകളുടെ തോട്ട് പ്രോസസ്സ് മാറ്റാനും നമുക്ക് നേരത്തെ പറഞ്ഞ ആർഗ്യുമെൻറ്റുകൾ വഴി സാധിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. അതെ അതെ, അതായത് ഇപ്പോൾ ഒരു സമയത്ത് ശരിക്കും പിന്നെ അത്ര വലിയ ബൗദ്ധികമായി ചിന്തിക്കാനുള്ള ശേഷിയില്ലാത്ത ആളുകൾക്കൊക്കെ തോന്നുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരു സമയത്ത് എനിക്ക് ഒക്കെ ഉണ്ടായിരുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു. അതായത് ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഈ നാച്ചുറൽ വേൾഡ് കാണുന്നു, ഇവിടെ ഇങ്ങനെ ഈ നാച്ചുറൽ ഓർഡർ കാണുന്നു, അപ്പോൾ ഇതിനപ്പുറത്തേക്കൊക്കെ ഒന്നുണ്ട് എന്ന് പറയുമ്പോൾ എങ്ങനെ നമ്മൾ അവിടേക്ക് എത്തുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും എത്തീസം പറയുന്ന പൊസിഷൻ എന്താണ്? ഇതാണ്. അതായത് ഒരു പൊട്ടക്കിണറിലെ തവള വാദമാണ്. ഇപ്പോൾ പൊട്ടക്കിണറിലെ തവളയ്ക്ക് എന്തെപ്പോഴും തോന്നുക ആ പൊട്ടക്കിണർ മാത്രമാണ് ലോകം, അതിനപ്പുറത്തേക്ക് യാതൊന്നുമില്ല. ഇനി അതിനപ്പുറത്തേക്ക് ഉണ്ട് എന്നൊരു തവള പറയണമെന്നുണ്ടെങ്കിൽ ആ തവളയ്ക്ക് കുറച്ചുകൂടെ ഒരു ബൗദ്ധികമായ ചിന്താശേഷിയും അറിവന്വേഷണ ബുദ്ധിയുള്ള ഒരു വ്യക്തി മാത്രമാണ് കുറച്ചുകൂടെ അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുള്ളൂ തവള. അതെ അതെ. അപ്പോൾ ഈ എത്തീസം എന്ന് പറയുന്നത് ശരിക്കും ചെയ്യുന്ന ഇതാണ്. അതായത് നമ്മൾ നോക്കുമ്പോൾ ഈ ലോകം കാണുന്നുണ്ട്, അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു തോട്ട് പ്രോസസ്സൊക്കെ എനിക്ക് കുറച്ചും കൂടെ മാറിയത് ശരിക്കും സയൻസൊക്കെ ഒന്ന് ഇത്തിരി ബോധമുണ്ടായതാണ്. അപ്പോൾ സയൻസ് പറയുന്നത് ശരിക്കും എന്താണ്, നമ്മുടെ ഈ വേൾഡ് എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ ഈ രൂപത്തിൽ ഇങ്ങനെ നിൽക്കുന്നൊരു സാധനമൊന്നുമല്ല. അത് മറ്റു പല കാര്യകാരണങ്ങളുടെ ഫലമായിട്ട് ഇങ്ങനൊരു വേൾഡ് ഉണ്ടായിട്ട് ആണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ തന്നെ നിൽക്കുന്ന ഒരു സാധനമല്ല. നമ്മളെപ്പോഴും കരുതുന്നത്, പിന്നെ എൻ്റെയൊക്കെ ഒരു ചെറുപ്പ സമയത്തൊക്കെ നമ്മൾ കരുതുന്ന ഒരു സാധനം ഇതിങ്ങനെ ഉണ്ട്, ഇതിവിടെ ഇങ്ങനെ തന്നെ നിൽക്കുന്നു, ഇതിനകത്ത് നമ്മളുണ്ട്, അത്രേ ഉള്ളൂ എന്നുള്ളതാണ്. പക്ഷേ ഇത് ഒരു ഫണ്ടമെൻ്റലി എപ്പോഴും നിൽക്കേണ്ട ഒരു സാധനമൊന്നുമല്ല എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ഇതിന് വിരുദ്ധമായ ഇതല്ലാത്ത, ഈ ലോകമല്ലാത്ത മറ്റു കാര്യങ്ങൾ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ക്വാണ്ടം വേൾഡിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ കോമൺ സെൻസ് അല്ല ശരിക്കും യാഥാർത്ഥ്യം എന്ന് നമുക്ക് മനസ്സിലാവുക ചെയ്യാം. പിന്നെ വേറൊന്ന്, ഈ നാച്ചുറലി ഇതിനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും എന്നുള്ളത് ഒരു അബദ്ധമാണെന്നുള്ളത് കുറച്ചും കൂടെ ഒരു പിന്നെ ഫിലോസഫിയിലൊക്കെ വിവരത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ നാച്ചുറൽ ഓർഡർ ആണ് പിന്നെ ആത്യന്തികമായി നിലനിൽക്കുന്നത് എന്ന് പറയുമ്പോൾ എന്താണ് നാച്ചുറൽ ഓർഡർ? ഇപ്പോൾ ഇവർ പറയും കുറേ ഫിസിക്കൽ ലോസ് ഉണ്ട്, ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ് ഉണ്ട്, ഇതേ നോക്കൂ എന്നൊക്കെ പറയും. പിന്നെ ആ നോക്കൂ എന്നൊക്കെ ഉള്ളത് നമ്മൾ ഒരു സമയത്തേക്ക് നോക്കിയതാണ്, പക്ഷെ ഒരു ആൻസർ ഇല്ലല്ലോ. അതായത് ഇപ്പോൾ എന്തുകൊണ്ട് ഗ്രാവിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് ചോദിക്കുക. ഭൗതികവാദം അനുസരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഏതൊരു എക്സിസ്റ്റൻസിനൊരു എക്സ്പ്ലനേഷൻ വേണം, വേറെ പുറത്തുനിന്നുള്ളൊരു എക്സ്പ്ലനേഷൻ വേണം. എന്തുകൊണ്ട് ഗ്രാവിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നു, പിന്നെ അതിന് ഭൗതികമായിട്ടുള്ള മറ്റൊരു എക്സ്പ്ലനേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഐൻസ്റ്റീനൊക്കെ പറഞ്ഞ പോലെ ഇറ്റ്സ് എ സ്പേസ് ടൈം കർവേച്ചർ ആവാം, അല്ലെങ്കിൽ ഇപ്പോൾ ഗ്രാവിറ്റോൺ പോലുള്ള കണികകളാണ് ഗ്രാവിറ്റിക്ക് കാരണമാകുന്നത്. എന്ത് തന്നെ പറഞ്ഞു കഴിഞ്ഞാലും അവിടെ ഒന്നും ഉത്തരമാകുന്നില്ല. കാരണം ഇപ്പോൾ ഗ്രാവിറ്റോൺ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ ഗ്രാവിറ്റോൺ എക്സിസ്റ്റ്, എന്തുകൊണ്ട് ഈ ഒരു ക്വാളിറ്റിയിലുള്ള ഈ ഒരു പ്രത്യേക സ്വഭാവം കാണിക്കുന്നത് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ള ചോദ്യം വരും. ഭൗതികവാദം അനുസരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അതിന് മറ്റൊരു നാച്ചുറലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഉണ്ടാകേണ്ടത് അനിവാര്യതാണ്.
ഇനി ഈ സ്പേസ് ടൈം കർവേച്ചർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ പ്രശ്നമുണ്ട്. സ്പേസ് ടൈം കർവേച്ചറിനകത്ത് പിണ്ടമുള്ളൊരു വസ്തു വയ്ക്കുമ്പോൾ അത് എന്തുകൊണ്ട് കർവേച്ചർ ഉണ്ടാകുന്നു, ആ കർവേച്ചർ എന്തുകൊണ്ട് ഗ്രാവിറ്റി ആയിട്ട് തന്നെ ബിഹേവ് ചെയ്യുന്നു, എന്തുകൊണ്ട് ഈ ഒരു പ്രത്യേക മൂല്യത്തിൽ തന്നെ ഈ ഗ്രാവിറ്റി ബിഹേവ് ചെയ്യുന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇനി ഗ്രാവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോൺസ്റ്റൻ്റ് ആണ്, അതായത് പിന്നെ പ്രപഞ്ചത്തിലെല്ലാം ആ ഒരു പ്രത്യേക വാല്യൂവിൽ അത് കാണപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ട് ആ ഒരു പ്രത്യേക വാല്യൂവിൽ തന്നെ പിന്നെ എല്ലായിടത്തും എന്തുകൊണ്ട് ആ സ്വഭാവത്തിൽ കാണപ്പെടുന്നു എന്നുള്ള പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ എന്ത് പറയേണ്ടി വരും, എക്സ്റ്റേണൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ പറയേണ്ടി വരും. അപ്പോൾ ഭൗതികവാദം അനുസരിച്ച് ഗ്രാവിറ്റിക്ക് ഇന്നതാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കാരണം എന്ത് എന്നുള്ള പ്രശ്നം ഉണ്ടാവും. ഗ്രാവിറ്റോണാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഗ്രാവിറ്റോൺ എക്സിസ്റ്റ് ചെയ്യുന്നു, അത് പിന്നെ അതിനുള്ള കാരണം എന്താണ്. ഇനി അതിന് മറ്റൊരു കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തുകൊണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ള പ്രശ്നം വരും. ഇതെപ്പോഴെങ്കിലും നിൽക്കുമോ, ഒന്നിന് വിശദീകരണം മറ്റൊന്ന്, അതിന് വിശദീകരണം മറ്റൊന്ന്, അതിന് വിശദീകരണം മറ്റൊന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ പോകും. ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഒന്ന് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ട് രണ്ട് കാരണമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് രണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ള ചോദ്യത്തിന് മൂന്ന് കാരണമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ എന്താവും, അനന്തമായിട്ട് പോവും. അങ്ങനെ പോയി കഴിഞ്ഞാൽ എന്തുണ്ടാവില്ല, ഇവിടെ ഗ്രാവിറ്റി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവില്ല. ഇതിപ്പോൾ അനന്തമായിട്ടുള്ള വിശദീകരണമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനന്തമായിട്ടുള്ള വിശദീകരണങ്ങളുടെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഗ്രാവിറ്റി ഉണ്ടാവില്ല. ഗ്രാവിറ്റി എന്നല്ല ഭൗതികമായിട്ടുള്ള യാതൊന്നും ഉണ്ടാവില്ല. ഏതൊരു ഇല്ല, കാരണം ഈ എഫക്റ്റ് ഏതൊരു എഫക്റ്റിനും പിറകിൽ ഫൈനൈറ്റ് ആയിട്ടുള്ള കോസുകൾ ഉണ്ടെങ്കിലാണ് ആ എഫക്റ്റ് പോസിബിൾ ആവുക. ഇപ്പോൾ നമ്മൾ സാധാരണ പറയുന്ന ഒരു ഉദാഹരണം ഉണ്ട്. ഇപ്പോൾ എനിക്കൊരു 10 രൂപ വേണമെന്ന് കരുതുക. ഞാൻ മറ്റൊരു സുഹൃത്തിൻ്റെ അടുത്ത് ചോദിക്കുന്നു, ആ സുഹൃത്തിൻ്റെ കയ്യിലില്ല. ആ സുഹൃത്ത് മറ്റൊരു സുഹൃത്തിനോട്, ആ സുഹൃത്ത് മറ്റൊരു സുഹൃത്തിനോട്. ഇതിങ്ങനെ ഇവരുടെ ആരുടെയും കയ്യിലില്ല. ഇവർ ഇങ്ങനെ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ചോദിക്കുന്ന ആരുടെയും കയ്യിലില്ലെങ്കിൽ എന്ത് ചെയ്യും, ഇതിങ്ങനെ ഇൻഫിനിറ്റ്ലി അതിങ്ങനെ നീണ്ടുപോകും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും 10 രൂപ ഒന്ന് എത്തുമോ? ഒരിക്കലും എത്തൂല. കാരണം ആരും 10 രൂപ കൊടുക്കുന്നില്ല, അതെൻ്റെ കയ്യിൽ വന്ന് എത്തൂല. ഇതേപോലെയാണ് ഈ പറഞ്ഞ പോലെ ഏതൊരു പ്രകൃതി നിയമത്തിനും പിറകിൽ മറ്റൊരു വിശദീകരണമുണ്ട്, അതിന് പിറകിൽ മറ്റൊരു വിശദീകരണമുണ്ട്, അതിന് പിറകിൽ മറ്റൊരു വിശദീകരണം. ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത്രയും വിശദീകരണങ്ങൾക്ക് ശേഷം എന്തുണ്ടാവില്ല, ഈ ഗ്രാവിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള റിസൾട്ട് ഉണ്ടാവില്ല. ഇനി യൂണിവേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള റിസൾട്ട് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. ഇനി ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിനർത്ഥം ഇത് ഇൻഫിനിറ്റ് അല്ല എന്നുള്ളതാണ്, പിന്നിലേക്ക് പോകുന്ന ചെയിൻ ഇൻഫിനിറ്റ് അല്ല എന്നുള്ളതാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക് കണക്ട് ചെയ്താൽ ആ റിസൾട്ട് എന്ത് ചെയ്യുന്നു, അതിന്റെ പിന്നിലെ ഇൻഫിനിറ്റിയെ നെഗേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. 10 രൂപ കിട്ടിയെങ്കിൽ അതിനർത്ഥം ബാക്കിലേക്ക് ഇൻഫിനിറ്റ് ചെയിൻ ഇല്ല, അത് ഫൈനൈറ്റ് ആണ്. ആരോ പിന്നിൽ നിന്ന് 10 രൂപ കൊടുത്തത് കൊണ്ടാണ് 10 രൂപ കിട്ടിയുള്ളതാണ്. അതുപോലെ തന്നെ ഈ പ്രകൃതി പ്രതിഭാസങ്ങൾ സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ മുന്നിൽ ഇൻഫിനിറ്റ് ചെയിൻ ഇല്ല എന്നുള്ളതാണ്. മാത്രമല്ല ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഒരു മറുപടി അല്ലല്ലോ. അപ്പോൾ നമ്മൾ സാധാരണ എത്തീസ്റ്റിലടുത്ത് പറയുമ്പോൾ അവർ പറയും ഇതിങ്ങനെ ഇൻഫിനിറ്റ്ലി ഇവിടെ ഉണ്ട്, അനാദികാലമായി ഈ പ്രപഞ്ചം ഇവിടെ നിൽക്കുന്നു, അനാദികാലമായിട്ട് ഇതിങ്ങനെ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞു. പിന്നെ അനാദി എന്ന് പറയുന്നത് അതിന് ഉത്തരവാകുന്നത് എങ്ങനെയാണ്? ആ അസംഷൻ തന്നെ തെറ്റാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഇവിടെ ഒരു മൊണാലിസയുടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചിത്രം ഉണ്ടെന്ന് വിചാരിക്കാം. ഒരു എത്തീസ്റ്റിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് എന്തുകൊണ്ട് പിന്നെ ഈ മൊണാലിസ എന്നുള്ള ചിത്രം ഇതാരാണ് ഇവിടെ വരച്ചത് എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ ആ വ്യക്തി പറയാണ് ഇത് ഒരു ബ്രഷ് കൊണ്ടാണ് സ്വാഭാവികമായിട്ടും ചിത്രം വരച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചോദിക്കും ഓക്കെ, ബ്രഷ് കൊണ്ടാണ് വരച്ചത്, പക്ഷേ അത് ആ രൂപത്തിൽ ഇൻ്റലിജൻ്റ് ആയിട്ട് ഈ രൂപത്തിൽ മനോഹരമായിട്ടുള്ള ഒരു ചിത്രം വരയ്ക്കപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് പിറകിൽ വർക്ക് ചെയ്ത ആ ഒരു ഏജൻറ്റ് അതാരാണെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഏജൻറ്റ് അങ്ങനെയൊന്നുമില്ല, ഇൻ്റലിജൻസ് അങ്ങനെയൊന്നുമില്ല, ഇത് വരയ്ക്കപ്പെട്ടുള്ള ഒരു ബ്രഷ് കൊണ്ടാണ്. ആ ബ്രഷ് ഇൻഫിനിറ്റ് ലെങ്തി ആയിട്ടുള്ള ബ്രഷാണ്, അതിൻ്റെ പിടി എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ലെങ്തിയാണ്, ഇങ്ങനെ അനാദിയായി പുറകോട്ട് പോവാണ്. അപ്പോൾ പിന്നെ അത് അനാദി ആയതുകൊണ്ട് ഇതിന് ഉത്തരമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം ബാലിശമായിട്ടുള്ളതാണ്. അതായത് ഇവിടെ ഇങ്ങനെ ഒരു ഇത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രത്യേക രൂപത്തിൽ ഈ ഒരു പ്രത്യേക ബ്യൂട്ടിയിൽ ഈ ഒരു ചിത്രം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് അഫ്കോഴ്സ് ഒരു എക്സ്പ്ലനേഷൻ വേണം. അത് ഇൻഫിനിറ്റ് ആയിട്ട് ലെങ്തി ആയിട്ടുള്ള ഒരു ബ്രഷ് അത് വരച്ചു, അല്ലാതെ വേറെ ഉത്തരവൊന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉത്തരമില്ല എന്ന് തന്നെയാണ് ആ വ്യക്തി പറയുന്നത്. അപ്പോൾ ഉത്തരമില്ലായ്മ ഒരിക്കലും ഉത്തരമാവില്ലല്ലോ. എന്ന പോലെ തന്നെ പ്രപഞ്ചത്തിൻ്റെ കേസിലോട്ട് വന്നു കഴിഞ്ഞാൽ അനാദിയായിട്ടുള്ള കാര്യകാരണങ്ങളുടെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് പ്രപഞ്ചം ഉണ്ടാവില്ല. അനാദി എന്ന് പറയുന്നത് ഒരു ഉത്തരം തന്നെ അല്ല എന്നുള്ളതാണ്. മറ്റൊരു പ്രശ്നം ഇപ്പോൾ നമ്മൾ സാധാരണ പറയുന്ന ഒരു എക്സാമ്പിൾ ഉണ്ടല്ലോ, ഇപ്പോൾ ഒരു ഫ്ലവർ ഷോപ്പിൻ്റെ എക്സാമ്പിൾ ഉണ്ട്. ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഒരിക്കലും തന്നെ അവസാനിക്കാത്ത ഒരു കൺസെപ്റ്റ് ആണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ പറയുന്ന ഒരു എക്സാമ്പിളാണ്. ഇപ്പോൾ ഒരു ഫ്ലവർ ഷോപ്പ് സങ്കല്പിക്കുക, അത് പിന്നെ ക്ലോസ്ഡ് ആണ്, അതിന് മുമ്പിൽ കുറേ ഫ്ലവേഴ്സ് ഉണ്ട്. ഈ ഫ്ലവേഴ്സ് എണ്ണി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ ഫ്ലവർ ഷോപ്പ് ഓപ്പൺ ചെയ്യാം. ഈ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് 1000-ഓ 10,000-ഓ എണ്ണം ഫ്ലവേഴ്സ് ആണെങ്കിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാം, അത് എണ്ണിക്കഴിഞ്ഞതിന് ശേഷം ഈ ഫ്ലവർ ഷോപ്പ് ഓപ്പൺ ചെയ്യുക. എന്നാൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഫ്ലവേഴ്സ് ആണ് ഇവിടെ ഉള്ളത് എന്നുണ്ടെങ്കിൽ അത് എണ്ണിയതിന് ശേഷം ഇത് തുറക്കുക എന്ന് പറയുന്ന പ്രോസസ്സ് സംഭവിക്കില്ല. കാരണം ഇത് ഒരിക്കലും എൻഡ് ചെയ്യൂല. ഇൻഫിനിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും എണ്ണി അവസാനിക്കൂല. അപ്പോൾ പിന്നെ ഈ ഫ്ലവർ ഷോപ്പ് തുറക്കുക എന്ന് പറഞ്ഞ കാര്യവും സംഭവിക്കില്ല.
അങ്ങനെയാണ് നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ പുറകിൽ അനാദിയായിട്ടുള്ള കാര്യകാരണങ്ങളാണെന്നുണ്ടെങ്കിൽ അതിനുശേഷം എന്തുണ്ടാവില്ല, പ്രപഞ്ചം ഉണ്ടാകുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ്സ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ രണ്ടുപേരും ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ഈ ഒരു മൊമെൻറ്റിന് പുറകിൽ ഇൻഫിനിറ്റ് മൊമെൻറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഇൻഫിനിറ്റ് മൊമെൻറ്റ്സ് കഴിഞ്ഞിട്ടാവണം നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന ഈ മൊമെൻറ്റ് ഉണ്ടാവേണ്ടത്. ഇൻഫിനിറ്റ് എങ്ങനെയെങ്കിലും കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഫൈനൈറ്റ് ആണ്. അപ്പോൾ നമ്മളിവിടെ സംസാരിക്കുന്നുണ്ട് എന്നുള്ളത് പോലും ശരിക്കും ഇവർ പറയുന്ന ഈ ഒരു ആശയത്തിനെ ഗണ്ണിക്കുന്നുണ്ട്. പക്ഷെ അത് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, ഇതിനെ സംബന്ധിച്ചുള്ള ഒരു ധാരണ വേണം എന്നുള്ളതാണ്. പിന്നെ ഇനി ഇൻഫിനിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വൈ ദിസ് ടൈപ്പ് ഓഫ് എ വേൾഡ് എന്നുള്ളതിനുള്ള ഉത്തരം വേണ്ടേ? ഇപ്പോൾ ഉദാഹരണത്തിന് സമതും ഞാനും എക്സിസ്റ്റ് ചെയ്യുന്നുള്ള ഒരു ലോകത്താണ് നമ്മളുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. എന്നാൽ എന്തുകൊണ്ട് നമ്മൾ രണ്ടുപേരും ഉള്ള ഒരു വേൾഡ് ഉണ്ടായി? എന്തുകൊണ്ട് അങ്ങനെ ഒരു പ്രപഞ്ചം ഉണ്ടായി? നമ്മൾ രണ്ടുപേരും ഇല്ലാത്ത ഒരു പ്രപഞ്ചം ഉണ്ടാകാമായിരുന്നു. എന്നാൽ നമ്മൾ രണ്ടുപേരും ഉള്ള ഒരു പ്രപഞ്ചമാണ് ഉണ്ടായത്. അപ്പോൾ അതിനൊരു പ്രത്യേകമായിട്ടുള്ള കാരണമുണ്ട്. എന്ത് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവിടെ ഒരു എന്തുണ്ട്, ഒരു നെസസറി എക്സ്പ്ലനേഷൻ എന്ത് വേണം, ഈ പറഞ്ഞ സാധനത്തെ വിശദീകരിക്കാൻ വേണം. ഞാനും സമതും എക്സിസ്റ്റ് ചെയ്യുന്നതിനുള്ള ഒരു പ്രത്യേക കാരണം ഉണ്ടായിരിക്കണം. ഒരിക്കലും ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ഒരു വിശദീകരണം എവിടെയും നൽകുന്നില്ല. അപ്പോൾ ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഒരു ഉത്തരം തന്നെ അല്ല എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടത്. പിന്നൊന്ന് എനിക്ക് തോന്നുന്നത്, നിലവിലെ ഒരു അവസ്ഥയിൽ ഗോഡ് എന്ന് പറഞ്ഞുള്ള ഒരു കൺസെപ്റ്റിനെ അത്യാവശ്യം ഒരു ജെനുവിനായും ബുദ്ധിപരമായും ഫിലോസഫിക്കലായും പിന്നെ അറിവുകളുള്ള ആ രംഗത്ത് ധാരണയുള്ള ഒരാൾക്ക് ഡിനൈ ചെയ്യാൻ പറ്റുന്ന ഒന്നാണെന്ന് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ ബേസിക്കലി നമ്മൾ പറയുന്ന കാര്യം ഇത്ര മാത്രമാണ്. നമ്മൾ ഈ നിലനിൽക്കുന്ന എല്ലാ കാര്യങ്ങളെയും എടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ യൂണിവേഴ്സ് എന്നാണ് പറയുന്നത്. യൂണിവേഴ്സിന് ഇനിയിപ്പോൾ മൾട്ടിവേഴ്സോ എന്തായാലും വാട്ട് എവർ എക്സിസ്റ്റ് ചെയ്യുന്ന എല്ലാ സാധനത്തിനെയും എടുക്കുന്നു. ഈ പ്രപഞ്ചങ്ങളെ എല്ലാം എടുക്കുന്നു. എ സെറ്റ് ഓഫ് യൂണിവേഴ്സസ്. ഓക്കെ, ഇത് കണ്ടിൻജൻ്റ് ആണോ ഡിപ്പെൻഡൻ്റ് ആണോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. കണ്ടിൻജൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിൻജൻ്റ് ആണോ നെസസറി ആണോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. രണ്ട് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. കണ്ടിൻജൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഉൽപ്പത്തിയുള്ള ആർബിട്രറി ലിമിറ്റ്സ് ഉള്ള എന്തെങ്കിലും ഫിസിക്കൽ ലിമിറ്റ്സ്, പിന്നെ പ്രത്യേക നിറമോ ഭാരമോ അല്ലെങ്കിൽ പാർട്സ് ഉള്ള എന്തെങ്കിലും പാർട്സുകൾ കൊണ്ട് നിർമ്മിതമായിട്ടുള്ള അങ്ങനെയുള്ള കുറേ ഫൈനൈറ്റ് ആയ ഡിപ്പെൻഡഡ് ആയ മറ്റൊന്നിനെ ആശ്രയിച്ച് നിൽക്കുന്ന ഇങ്ങനെയുള്ള കുറേ ക്വാളിറ്റീസ് കാണിക്കുന്ന ഒന്നിനെയാണ് നമ്മൾ കണ്ടിൻജൻ്റ് എന്ന് പറയുന്നത്. പോസിബിൾ ആയ മറ്റൊരു രൂപത്തിൽ നിലനിൽക്കുക സാധ്യമായിട്ടുള്ള ഒന്നാണ്. അത് നശിപ്പിക്കാൻ കഴിയുന്നതാണ്, നമുക്ക് നിർമ്മിക്കാൻ കഴിയുന്നതാണ്. ഇങ്ങനെയുള്ള ഉണ്ടാവാനും ഉണ്ടാവാതിരിക്കാനും ഒരുപോലെ തന്നെ സാധ്യതകളാണ്. ഇങ്ങനെയുള്ള കുറേ ക്വാളിറ്റീസിലൊന്നിനാണ് നമ്മൾ കണ്ടിൻജൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രപഞ്ചങ്ങളെ മുഴുവൻ എടുക്കണം, സെറ്റ് ഓഫ് യൂണിവേഴ്സസ് എടുക്കുകയാണ്. ഇത് കണ്ടിൻജൻ്റ് ആണോ അതോ നെസസറി ആണോ എന്ന ചോദ്യത്തിന് ഏതുത്തരം പറയും. ഇപ്പോൾ ഒരാൾക്കുള്ളതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മാത്രമാണ് അവിടെ സാധ്യത ഉള്ളത്. ഇതിലേത് സെലക്ട് ചെയ്യുക? ഒരു എത്തിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും സെലക്ട് ചെയ്യണമല്ലോ. ഏത് സെലക്ട് ചെയ്താലും അത് ഗോഡിലോട്ട് എത്തുന്നുള്ളതാണ്. ഇപ്പോൾ ഒരു എത്തിസ്റ്റ് പറയുകയാണ് ഇറ്റ്സ് കണ്ടിൻജൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടിൻജൻ്റ് ആണ്, അതിന് സ്വയം വിശദീകരിക്കാൻ കഴിയുന്നില്ല, അത് മറ്റൊന്നിലും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താവും, ഒരു നെസസറി ബീയിങ്ങിലേക്ക് അത് എത്തും. ഇനി അങ്ങനെയല്ല, പിന്നെ ഈ യൂണിവേഴ്സ് എന്ന് പറയുന്നത് നെസസറി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവരൊരു നെസസറി എക്സിസ്റ്റൻസിനെ അംഗീകരിച്ചു. എന്നാൽ ഈ യൂണിവേഴ്സ് നെസസറി ആവുക എന്ന് പറയുന്നത് പോസിബിൾ ആണോ? യൂണിവേഴ്സ് നെസസറി ആവുക പോസിബിൾ അല്ല. കാരണം മറ്റ് കാര്യകാരണങ്ങളുടെ ഫലമായിട്ടാണ് പ്രപഞ്ചം ഉണ്ടായിട്ടുള്ളത്. പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നതിന് പിറകിലെല്ലാം ഈ പറഞ്ഞ ഡിപ്പെൻഡൻറ്റ് ക്വാളിറ്റീസ് കാണാൻ കഴിയും. അതുപോലെ പാർട്സുകൾ കൊണ്ടാണ് പ്രപഞ്ചം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ പാർട്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രപഞ്ചത്തിന് എക്സിസ്റ്റൻസ് ഇല്ല. അപ്പോൾ അത് കാരണമായിട്ടാണ് ഇത് നിലനിൽക്കുന്നത്. അതുപോലെ അത് പോസിബിൾ ആയിട്ടുള്ള ഒന്ന് മാത്രമാണ്, മറ്റൊരു രൂപത്തിലാവുകയും സാധ്യമായിട്ടുള്ളതാണ്. റീ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത് പോസിബിളാണ്. അതുപോലെ പ്രപഞ്ചത്തിനൊരു തുടക്കമുണ്ട്. ഇനി പ്രപഞ്ചം കാണിക്കുന്ന ആർബിട്രറി ലിമിറ്റ്സ് എന്ന് പറയുന്നത്, പിന്നെ ഫിസിക്കൽ എന്താ പറയുക, കുറേ ഡയമെൻഷൻസ് ഉണ്ട്, ഫിസിക്കൽ ലോസ് ഉണ്ട്. സോ എല്ലാ രീതിക്കും എന്താണ്, ഇത് കണ്ടിൻജൻ്റ് ആണ് യൂണിവേഴ്സ്. അപ്പോൾ യൂണിവേഴ്സിന് നെസസറി ആവുക സാധ്യമല്ല. അപ്പോൾ അത് കണ്ടിൻജൻ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആശ്രയിച്ച് നിൽക്കുന്ന നെസസറി ആയ എത്തും. ആ നെസസറി എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ കണ്ടിൻജൻ്റ് ക്വാളിറ്റി ഒന്നും കാണിക്കാത്ത ഒന്നും ആയിരിക്കും. ഓക്കെ, അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, കണ്ടിൻജൻ്റ് ക്വാളിറ്റി ഒന്നും ഇല്ലാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആയിരിക്കണം. കാരണം രണ്ടാക്കുന്നതൊന്നും തന്നെ ഇല്ല, മറ്റൊരു രൂപത്തിലാവുക സാധ്യമല്ലാത്ത ഏകമായ ഒന്ന് അവിടെ ഉണ്ടായിരിക്കണം. ഇനി അതാണ് മറ്റ് സകലതിനെയും ക്രിയേറ്റ് ചെയ്തത്. സോ അത് ആൾ പവർഫുൾ ആയിരിക്കണം. കാരണം അത് ക്രിയേറ്റ് ചെയ്തത് മാത്രമേ നിലനിൽക്കുന്നുള്ളൂ, അതിൻ്റെ കഴിവിന് പുറത്തുള്ള യാതൊന്നും തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സോ യെസ്, അപ്പോൾ അതിൻ്റെ കഴിവിന് പുറത്ത് യാതൊന്നും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇറ്റ്സ് ആൾ പവർഫുൾ എന്നുള്ളതാണ്. അതുപോലെ തന്നെ അത് എറ്റേണലാണ്. കാരണം അതൊരു പ്രത്യേക സമയത്ത് അതിനൊരു ആരംഭമുണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ ഇൻ ദാറ്റ് മൊമെൻറ്റ്, എന്തുകൊണ്ട് ഒരു പ്രത്യേക സമയത്ത് അതിനൊരു തുടക്കം ഉണ്ടായി എന്നുള്ള പ്രശ്നം വരും. ആ തുടക്കത്തിന് കാരണമായ മറ്റൊന്ന് അവിടെ വേണ്ടി വരും. അപ്പോൾ തുടക്കത്തിന് മുമ്പ് അതില്ല എന്നൊരു
അവസ്ഥ വരും. ഒപ്പം തന്നെ അത് ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ള പ്രശ്നം സ്വാഭാവികമായിട്ടും എറ്റേണൽ ആയിരിക്കും നിർബന്ധമാണ്. അതെ, അപ്പോൾ സ്വാഭാവികമായിട്ടും എറ്റേണൽ ആയിട്ടുള്ള ഒരു അസ്തിത്വമായിരിക്കണം ഈ നെസസറി ആയിട്ട് ഉണ്ടായിരിക്കേണ്ടത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊന്നിൻ്റെയും ഇടപെടലില്ലാതെ ഒരു പ്രത്യേക മൊമെൻറ്റിൽ ഈ ഒരു പ്രത്യേക രൂപത്തിലുള്ള പ്രപഞ്ചത്തെ ക്രിയേറ്റ് ചെയ്തു ഈ നെസസറി ബീയിങ്. അതുകൊണ്ടാണ് ഈ പിന്നെ പ്രപഞ്ചം നിലനിൽക്കുന്നതെന്നുള്ള കൺക്ലൂഷനിലോട്ട് നമ്മളെത്തി. മറ്റൊന്നിൻ്റെയും ഇടപെടലില്ലാതെ സ്വന്തം നിലയ്ക്ക് ഒരു പ്രത്യേക രൂപത്തിലുള്ള ഒന്നിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള ക്വാളിറ്റി ഒന്ന് കാണിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വില്ല് എന്നുള്ള ഒരു ഡെഫിനേഷൻ വെച്ചിട്ടേ നമുക്കതിനെ ഡിഫൈൻ ചെയ്യാൻ കഴിയുള്ളൂ. അഥവാ മറ്റൊന്നിൻ്റെയും ഇടപെടലില്ലാതെ ഒരു പ്രത്യേക സമയത്ത് പ്രപഞ്ചത്തെ ക്രിയേറ്റ് ചെയ്യാൻ രൂപത്തിൽ കോൺഷ്യസ് ആയ വില്ലുള്ള ഒരു എക്സിസ്റ്റൻസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ഡെഫിനിഷൻസും ഈ പറഞ്ഞിട്ടുള്ള എല്ലാ അതിൻ്റെ ക്വാളിറ്റീസിനും എല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വൺ എറ്റേണൽ ആൾ പവർഫുൾ കോൺഷ്യസ് അതുപോലെ വില്ലുള്ള ഒരു ക്രിയേറ്റർ യൂണിവേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഗോഡ് അല്ലേ. ഇനി നമുക്ക് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ഡിസൈൻ അതുപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ നെസസറി എക്സിസ്റ്റൻസ് കാരണമായിട്ടായിരിക്കണം അതൊക്കെ ഉണ്ടായിട്ടുള്ളത്. സോ അതിനെല്ലാം കപ്പാസിറ്റി ഉള്ള ഒന്നായിരിക്കണം ഈ നെസസറി എന്ന് പറയുന്നത്. സോ ഗോഡ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് അത്ര അങ്ങനെ നിഷേധിക്കാൻ പറ്റാത്തൊരു രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. വളരെ ഒരു കോംപ്രിഹെൻസ് ആയ ഒരു സ്ട്രക്ചർ അതിൽ നമുക്ക് കിട്ടുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ടെന്നുള്ളതാണ്. ഈവൻ ഓരോ ക്വാളിറ്റികളും ദൈവത്തിൻ്റെ ആട്രിബ്യൂട്ട്സ് ഒക്കെ പലതും ഈ ആർഗ്യുമെൻറ്റുകളിൽ നിന്ന് എത്താൻ പറ്റുന്നതും അവക്കപ്പുറമുള്ളത് നമുക്ക് അവൻ മാത്രം നൽകിയ സോഴ്സുകളോട് ലഭിക്കുന്ന അവസ്ഥയിലേക്കും എത്തുമെന്നൊരു പൊസിഷൻ. ഓക്കെ, ഇത് സാധ്യമാണ്, ഇങ്ങനൊരു വിശദീകരണം പോസിബിളാണ്, അങ്ങനെ ഒന്ന് നിലനിൽക്കുന്നുണ്ട്, ഒരു റാഷണൽ പൊസിഷനാണ് എന്നൊരു നിലയിലേക്ക് സമൂഹം മാറിയിട്ടുണ്ട്. ഇനി ഈ ഒരു ആർഗ്യുമെൻറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഇസ്ലാമിലേക്ക് റാഷണലി കണക്ട് ചെയ്യാൻ കഴിയുന്നുള്ള ഈ പറഞ്ഞ ഒരു കൺസെപ്റ്റ് ഓഫ് ഗോഡ് എന്നുള്ളത് കണ്ടിജൻസി ആർഗ്യുമെൻ്റ് വഴി നമ്മൾ എത്തുന്നത് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വൺ ആയിട്ടുള്ള നെസസറി ആയിട്ടുള്ള വാജിബുൽ വുജൂദ് എന്നൊക്കെ ഇസ്ലാമിക് വേൾഡ് വ്യൂവിനകത്ത് എന്ന് പറയുന്ന രൂപത്തിലുള്ള ഒരു കൺസെപ്റ്റിലോട്ടാണ് നമ്മളിവിടെ ഫിലോസഫിക്കലി എത്തുന്നത്. നേരത്തെ പറഞ്ഞ പോലെ എറ്റേണൽ ആയിട്ടുള്ള വൺ ആയിട്ടുള്ള ആൾ പവർഫുൾ ആയിട്ടുള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് ഉണ്ടായിരിക്കണം എന്നുള്ള കൺസെപ്റ്റിലോട്ട് നമ്മൾ എത്തി. ഓക്കെ, പിന്നെ ഇനി നമ്മൾ അതേപോലെ തന്നെ ഇസ്ലാമിക് വേൾഡ് വ്യൂവിനകത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അവിടെയും ഗോഡിനെ പരിചയപ്പെടുന്നത് എങ്ങനെയാണ്? ഇൻഡിപെൻഡൻറ്റ് എന്നുള്ള ഒരു വീക്ഷണത്തിലാണ്. ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം, വൺ ആയിരിക്കണം, അതുപോലെ യുണീക്ക് ആയിരിക്കണം, സമദാണ്, അഹദാണ്, പിന്നെ അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാത്തിനും കഴിയുന്നവനാണ്, ലൈസ കമിത്ലിഹി ഷൈ, അവനെ പോലെ വേറെ ആരുമില്ല, ആ രീതിയിൽ ഹക്കീമാണ് അഥവാ യുക്തിമാനാണ്, ബുദ്ധിയുള്ളവനാണ്, പല കാര്യങ്ങളും കാണാം. അപ്പോൾ ഇത് യുണീക്കാണ് എന്നുള്ളൊരു കൺസെപ്റ്റാണ്. പിന്നെ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന പോലെ തന്നെ അവന് തത്തുല്യമായിട്ടുള്ള അവനെ പോലെ വേറെ ഒന്നും തന്നെ നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ നെസസറി എക്സിസ്റ്റൻസിൻ്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ആർബിട്രറി ലിമിറ്റ്സും കാണിക്കാത്തതായിരിക്കണം. ഭൗതികതയുമായി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അതെ അതെ അതെ, യാതൊരു രീതിക്കും ഭൗതികതയുമായി താരതമ്യം ചെയ്യാൻ കഴിയാത്ത, ഭൗതികതയുടെ ഈ പറഞ്ഞ ഗുണങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള സംതിങ് ആയിരിക്കണം നെസസറി ആയിട്ട് ആത്യന്തികമായി നിലനിന്നിരിക്കേണ്ടത്. അപ്പോൾ അഭൗതികമായ ഒരു സൂപ്പർ നാച്ചുറൽ നെസസറി സംതിങ് എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി ഇസ്ലാമിക് വേൾഡ് വ്യൂ എങ്ങനെയാണ് ഗോഡിനെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് അതേ സ്വഭാവത്തിൽ തന്നെയാണ് നമ്മൾ ഇസ്ലാമിക് വേൾഡ് വ്യൂവിൽ എങ്ങനെയാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ റേഷണൽ ആയിട്ടുള്ള നമ്മുടെ തിങ്കിങ്ങും നമ്മളെ ലീഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പറയാനുള്ളൊരു കാരണം എന്താണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് മെത്തേഡും നമ്മളെ കൊണ്ടുപോയി എത്തിക്കുന്ന ഒരേ എക്സിസ്റ്റൻസിലേക്കാണെന്നുള്ള. ഇപ്പോൾ നമ്മൾ സാധാരണ ട്രയാങ്കുലേഷൻ മെത്തേഡ് എന്ന് പറയും സയൻസിൽ. അതായത് ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു റിസൾട്ടിലെത്തുന്നു. ഓക്കെ, അതേപോലെ തന്നെ മറ്റൊരു മെത്തേഡ് ഉപയോഗിച്ചിട്ടും സെയിം റിസൾട്ടിലേക്ക് തന്നെ എത്തുന്നു. അപ്പോൾ അത് കാണിക്കുന്നത് എന്താണ്? ആ റിസൾട്ട് അത്രമാത്രം വിശ്വാസയോഗ്യമാണെന്നുള്ളതാണ്. കാരണം രണ്ട് വഴിയിലൂടെയും ഒരു കാര്യം സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിലുള്ള വിശ്വസനീയത വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഉദാഹരണം പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ബ്ലാക്ക് ഹോൾസിനെ ഇപ്പോൾ ഭയങ്കര കൂടുതൽ സാങ്കേതിക സഹായങ്ങളൊക്കെ വേണ്ട വളരെ വലിയൊരു ഇതാണ് ബ്ലാക്ക് ഹോൾസിനെ നമ്മളിപ്പോൾ ഡിറ്റക്റ്റ് ചെയ്യുന്നത്. എന്നാൽ അതേ സമയത്ത് തന്നെ നമ്മൾ കുറച്ചുകൂടെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡിനെ ഇനി ഡെവലപ്പ് ചെയ്തെടുക്കുന്നു എന്ന് കരുതുക. അതുവഴി നമ്മൾ ബ്ലാക്ക് ഹോളിനെ ഡിറ്റക്റ്റ് ചെയ്യുന്നു. ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്താണ്? ഒന്ന്, ബ്ലാക്ക് ഹോളിനെ ആദ്യം നമ്മൾ ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ട്, ബ്ലാക്ക് ഹോൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിവ് ആദ്യം തന്നെ അറിയാം. രണ്ടാമത് അറിയുന്നതോടുകൂടെ ആ അറിവ് കൂടുതൽ ശക്തിപ്പെട്ടു എന്നുള്ള അവിടെ സംഭവിക്കുന്നുണ്ട്. അതിന് പുറമെ മറ്റൊരു കാര്യം കൂടെ അവിടെ സംഭവിക്കുന്നുണ്ട്. ഒന്ന്, ബ്ലാക്ക് ഹോളിനെ നമ്മൾ ആദ്യം കണ്ടെത്തിയ മെത്തേഡ് പോലെ തന്നെ രണ്ടാമതൊരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് കണ്ടെത്തി. അപ്പോൾ ആ മെത്തേഡ് കൂടെ എന്താണ് വിശ്വാസയോഗ്യമാകുന്നത്. ഓക്കെ, ആ മെത്തേഡ് വർക്കിംഗ് ആണ് എന്നുള്ളത് കൊണ്ടാണ് അത് ഈ പ്രൊഡക്റ്റീവായിട്ടുള്ള ശരിയായിട്ടുള്ള റിസൾട്ടിലേക്ക് എത്തുന്നത്. ഇത് വർക്കിംഗ് അല്ലെങ്കിൽ പിന്നെ ആ റിസൾട്ടിലേക്ക് എത്തില്ല. അപ്പോൾ ഒരു ശരിയായിട്ടുള്ള റിസൾട്ടിലോട്ട് രണ്ട് മെത്തേഡ് ലീഡ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അവിടെ തെളിയിക്കപ്പെടുന്നത്
ഈ നമുക്ക് ലഭിക്കുന്ന അറിവും ശരിയാണ് എന്നുള്ളതാണ് ഒരു ഭാഗത്തുനിന്ന് ലഭിക്കുന്നത്. രണ്ട് മെത്തേഡും ശരിയാണ് എന്നുള്ളതാണ് എത്തുന്നത്. നമ്മൾ ഈ പറഞ്ഞ പോലെ ആദ്യം നമ്മൾ എടുത്ത മെത്തേഡ് ഏതാണ്? ഈ കണ്ടിജൻസി ആർഗ്യുമെൻ്റ് കാര്യം നമ്മൾ പറഞ്ഞത് ഫിലോസഫിയാണ് നമ്മളവിടെ ഒരു മെത്തേഡായിട്ട് എടുത്തത്. ഫിലോസഫിക്കലി നമ്മളെവിടെ എത്തുന്നുണ്ട്? ഒരു വൺ ഇൻഡിപെൻഡൻറ്റ് നെസസറി യുണീക്ക് സൂപ്പർ നാച്ചുറൽ ക്രിയേറ്ററിൻ്റെ കാര്യത്തിൽ എത്തുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നേരെ ഖുറാനിലോട്ട് പോകുമ്പോഴും ഇതേ ആശയം തന്നെയാണ് കാണുന്നത്. അതായത് ഒരു ഇൻഡിപെൻഡൻ്റ് എന്ന് തന്നെ പറയുന്നുണ്ട്. ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഈ ഭൗതികതകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള യുണീക്കായിട്ടുള്ള വണ്ണായിട്ടുള്ള ഒരു ക്രിയേറ്റർ യൂണിവേഴ്സിൽ ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ സൃഷ്ടാവിൻ്റെ ഗുണഗണങ്ങൾ ഇതാണ് എന്നാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇത് രണ്ടാമത്തെ മെത്തഡോളജിയാണ്. നമ്മൾ ഒരു മെത്തഡോളജി വഴി ആ ശരിയിലേക്ക് എത്തി. രണ്ടാമത് നമ്മളൊരു മെത്തഡോളജി എടുക്കുന്നു. ആ മെത്തഡോളജിയും നമ്മളെ എത്തിക്കുന്നത് ഒരേ അറിവിലേക്കാണ്. അപ്പോൾ ഇത് തെളിയിക്കുന്നത് എന്താണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ബ്ലാക്ക് ഹോൾസിൻ്റെ കേസിൽ പറഞ്ഞതുപോലെ ആ അറിവിലുള്ള വിശ്വാസയോഗ്യത വർദ്ധിക്കുകയാണ്, അത് ശക്തിപ്പെടുകയാണ്, അതിൻ്റെ തെളിവ് കൂടുതൽ ശക്തമാവുകയാണ്. അതൊന്ന്. രണ്ട്, ഈ മെത്തേഡുകളും അതുപോലെ തന്നെ വിശ്വാസയോഗ്യമാവുക എന്നുള്ളതാണ്. ആ ബ്ലാക്ക് ഹോൾസിൻ്റെ കേസിൽ പറഞ്ഞ പോലെ രണ്ട് മെത്തേഡും കൃത്യമായി വർക്ക് ചെയ്യുമ്പോഴാണ് അതിലോട്ട് ലീഡ് ചെയ്യുന്നത്. എന്ന പോലെ തന്നെ ഇവിടെ അതിലേക്ക് ലീഡ് ചെയ്യുന്നത് എന്താണ്? ദൈവത്തിലേക്ക് ലീഡ് ചെയ്യുന്നത് എന്താണ്? ഇവിടെ മെത്തേഡായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ ഖുർആനാണ്, ഇസ്ലാമിക് സോഴ്സസ് ആണ്. അപ്പോൾ അതിൻ്റെ ആധികാരികതയിലുള്ള വിശ്വാസയോഗ്യതയും ഇവിടെ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ആർഗ്യുമെൻറ്റിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബുദ്ധിപരമായ ഫിലോസഫിക്കലി തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഗോഡിലോട്ട് എത്തുന്നുണ്ട്. ആ ഗോഡ് വഴി തന്നെ എവിടെ എത്തുന്നുണ്ട്? ഇസ്ലാമിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരേ സമയം പിന്നെ ദൈവാസ്ഥിതത്തെയും അതേപോലെ തന്നെ ഇസ്ലാമിക് വേൾഡ് വ്യൂവിനെയും ഇതിനകത്ത് നിന്ന് തെളിയിക്കാൻ കഴിയുന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അറിയാമല്ലോ, നമ്മൾ കുറച്ച് മുമ്പ് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു നാസ്തിക നേതാവുമായിട്ട് സംവദിച്ച ഒരു അനുഭവം എന്ന് പറയുന്നത്, പുള്ളിക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ല. ജീവിതത്തിൽ അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ച് ഇരിക്കാൻ തന്നെ വഴി ഇല്ലായിരിക്കാം. അതൊന്നും എടുക്കേണ്ട, അതൊക്കെ മോശമാണെന്ന് ആവശ്യമില്ല എന്നാണ് അദ്ദേഹത്തിന്റെ. അതെ, എന്തെങ്കിലുമൊക്കെ മതങ്ങളെന്നാല് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ കയ്യടി കിട്ടുന്ന ഒരു അവസ്ഥയാണ് ഉള്ളതെന്നുള്ളതുകൊണ്ട് പുള്ളി അങ്ങനെ ജീവിച്ചു പോകുന്നു. ലോജിക്കും ഫിലോസഫിക്കും പ്രശ്നമാണ്, ചപ്പാത്തിയും ബീഫും ലോജിക്കും പറയുന്നത് ആയിരിക്കാം. അപ്പോൾ അതിൽ പക്ഷെ അദ്ദേഹം ലാസ്റ്റ് പറയുന്നൊരു സാധനമുണ്ട്, നമ്മൾ ഇങ്ങനെയൊക്കെ ഒരു നെസസറി ബീങ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഒക്കെ ആയിക്കോട്ടെ, നെസസറി ബീങ്ങോ എന്തോ ആയിക്കോട്ടെ, ഞാൻ നിരല്ലാഹുവാദിയാണല്ലോ. അതായത് നിങ്ങളുടെ വേൾഡ് വ്യൂ തെറ്റാണെന്ന് ഞാൻ പറയുന്നത്. ഓക്കെ, ദൈവം ഉണ്ടായിക്കോട്ടെ, എനിക്കെന്താ പ്രശ്നം? പുള്ളി പിന്നെ കുറേ വീഡിയോ ഒക്കെ ചെയ്ത് പറയുന്നുണ്ട്, ദൈവം ഉണ്ടായിക്കോട്ടെ, എന്താ പ്രശ്നം? ദൈവം ഉണ്ടാവും, അത് പോസിബിളാണ്, എനിക്കത് അറിയില്ല, പക്ഷേ പഠിച്ചോനില്ല, നിങ്ങൾ പറയുന്ന ആളല്ല എന്നുള്ളതാണ്. പക്ഷേ ഈ പറഞ്ഞുള്ള ആർഗ്യുമെൻ്റ് അനുസരിച്ച് ഡയറക്റ്റ് ഗോഡിക്ക് എത്തുന്നുണ്ടെന്ന് മാത്രമല്ല, ആ ഗോഡ് വഴി ഇസ്ലാമിക് വേൾഡ് വ്യൂ ശരിയാണ് എന്ന് സ്ഥാപിക്കപ്പെടുക കൂടെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അത് തിരിച്ചറിയാനുള്ള ബോധം അദ്ദേഹത്തിന് ഇല്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം ഇന്നും ഒന്ന് നമ്മൾ ആദ്യം പറഞ്ഞ ആർഗ്യുമെൻ്റ് തന്നെ അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാവില്ല. പിന്നെ അതെങ്ങനെയാണ് ഇസ്ലാമിലേക്ക് ലീഡ് ചെയ്യുന്നത് എന്നുള്ള സെക്കൻഡ് പാർട്ട് തീരെ മനസ്സിലായിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും മനുഷ്യൻ്റെ നൈസർഗികതയും അവൻ്റെ യുക്തിയും അവനെ നയിക്കുന്നത് ഏകനായൊരു സൃഷ്ടാവുണ്ട് എന്നൊരു ബോധത്തിലേക്കും അവിടുന്ന് തുടർന്ന് ആ സൃഷ്ടാവ് നൽകുന്ന നിർദ്ദേശങ്ങൾ, ആ സൃഷ്ടാവ് നൽകുന്ന സന്ദേശങ്ങൾ, ഇതൊക്കെ ഏതാണ് എന്നൊരു അന്വേഷണത്തിലേക്കും അതിലൂടെ ആത്യന്തികമായി നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാമിലേക്കുമാണ്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആ ഇസ്ലാമിൻ്റെ ഒരു കൺസെപ്റ്റ് എത്രത്തോളം ശരിയാണ് എന്നുകൂടെ നമ്മുടെ യുക്തി തെളിയിക്കുന്നൊരവസ്ഥയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ജനറലി നിരീശ്വരവാദത്തെയും നമ്മുടെ അൺമാസ്കിംഗ് എത്തീസ്റ്റിൻ്റെ ഇതുപോലെ സഞ്ചാരങ്ങളെയൊക്കെ പറ്റിയായിരുന്നു പറഞ്ഞിരുന്നത്. ഇൻഷാ അല്ലാഹ് വീണ്ടും മറ്റു വീഡിയോകളുമായിട്ട് വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.